ഇന്ന് ഏപ്രിൽ മാസം 17, 2024. ശ്രീ സെന്നിപ്പോത്തൻ ഇവിടെ എത്തിയിട്ടുണ്ട്. ചരിത്രപരമായ ചില കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യുകയാണ് അദ്ദേഹത്തിൻ്റെ ദൗത്യം. അദ്ദേഹം എന്നോട് ആവശ്യപ്പെട്ടതനുസരിച്ച് മല്ലപ്പള്ളിയിൽ തന്നെ തുടങ്ങാം എന്ന് കരുതുന്നു. മല്ലപ്പള്ളി ജംഗ്ഷനിലുള്ള സെൻറ് മേരീസ് പ്രൈമറി സ്കൂളിലാണ് എൻ്റെ വിദ്യാഭ്യാസം തുടങ്ങിയത്. അതൊരു ഭാഗ്യമായിട്ട് ഞാൻ കണക്കാക്കുന്നു. ഈ പ്രൈമറി സ്കൂളും മണിമലയാറിൻ്റെ തീരത്താണ്. അക്കാലത്ത് പൂനക്കടവ് ഒരു തുറമുഖം പോലെയായിരുന്നു. ഒരു വിളക്കുമാടം ഉണ്ടായിരുന്നു. ധാരാളം കെട്ടുവള്ളങ്ങൾ വരുന്നുണ്ട്. പിന്നെ കരമുട്ടി ഒഴുകുന്ന മണിമലയാറ് 5, 6, 7 മറ്റോ വയസ്സിൽ ഈ കാഴ്ചകളെല്ലാം തന്നെ എൻ്റെ ഭാവനയെ ഉണർത്തി. അതേ സ്കൂളിൽ തന്നെ ശനിയാഴ്ച തോറും ഒരു ബാലജന സഖ്യം ഉണ്ടായിരുന്നു. ഈ ബാലജന സഖ്യത്തിൽ തുടർച്ചയായി പങ്കെടുത്തതുകൊണ്ട് ഉപന്യാസങ്ങൾ എഴുതാൻ ഉള്ള ഒരു പ്രേരണ അവിടെ നിന്ന് കിട്ടി. നിർബന്ധമായി എഴുതി വായിക്കണം, അതും വ്യക്തമായി വായിക്കണം. എഴുതിയ ഉപന്യാസങ്ങളെ പറ്റിയുള്ള ചർച്ചകളും തുടർന്നുണ്ടാകും. അത് അത്ര പ്രൊഫഷണലൊന്നും അല്ലായിരുന്നെങ്കിലും ആ പ്രായത്തിൽ വലിയൊരു പ്രചോദനമായി. ഏതാണ്ട് 5 വയസ്സ് മുതൽ ഒരു 10-12 വർഷങ്ങൾ തുടർച്ചയായി ഞാൻ മണിമലയാർ കണ്ടിരുന്നു. അതുകൊണ്ടാണ് പിന്നീട് എനിക്ക് മണിമലയാറിൻ്റെ ചരിത്രം പോലും എഴുതാൻ കഴിഞ്ഞത്. മണിമലയാറിനെ പറ്റി പറയുമ്പോൾ എൻ്റെ മനസ്സിലുള്ള ചരിത്രപരമായ ഒരു ഓർമ്മ എന്ന് പറയുന്നത്, ബിഷപ്പ് CK ജേക്കബ് ആദ്യമായി ബിഷപ്പായതിനു ശേഷം മല്ലപ്പള്ളി സന്ദർശിക്കുന്നതാണ്. അന്ന് ചെങ്ങാടത്തിലായിരുന്നു മണിമലയാർ കടക്കേണ്ടത്, പാലം ഇല്ല. അന്ന് അത് മല്ലപ്പള്ളിയിലെ ഒരു വലിയ സംഭവമായിരുന്നു. തുടർന്ന് മല്ലപ്പള്ളിയിൽ ഒരു പാലം അനുവദിച്ച് കിട്ടി. പാലത്തിന് ശിലാസ്ഥാപനം നടത്താൻ വന്ന ഒരു മന്ത്രിയായിരുന്നു KR ഇല്ലങ്കത്ത്. അതായിരുന്നു ഞാൻ ഓർക്കുന്ന അടുത്ത മല്ലപ്പള്ളിയിലെ പ്രധാനപ്പെട്ട സംഭവം. അന്ന് ആ ശിലാസ്ഥാപന കർമ്മത്തിലും ഞാൻ ദൃക്സാക്ഷിയായിരുന്നു. അതിനുശേഷം ഈ പാലം ഉയർന്നു വരുന്നത് എല്ലാ ദിവസവും ഞാൻ കണ്ടിരുന്നു. ഒരു ദുരന്തമെന്ന് പറയട്ടെ, ഒരു ഘട്ടത്തിൽ പണിതുയർത്തിയ പാലം നിലം പൊത്തി ഒരു വെള്ളപ്പൊക്കത്തിൽ. അത് ആയിരുന്നു പിന്നീടത്തെ പ്രധാനപ്പെട്ട ഒരു ഓർമ്മ. അതിനുശേഷം 1954 മറ്റോ ആണെന്ന് തോന്നുന്നു, അന്നത്തെ രാജപ്രമുഖൻ വന്ന് മല്ലപ്പള്ളി പാലം ഉദ്ഘാടനം ചെയ്തു. അതിനുശേഷം മല്ലപ്പള്ളിയുടെ വളർച്ച വളരെ വേഗമായിരുന്നു. അതൊരു പ്രധാനപ്പെട്ട ജംഗ്ഷനായി, ഒരു ടൗണായി, മാർക്കറ്റിലേക്കുള്ള റോഡായി, ധാരാളം ബസ് സർവീസുകളായി,
ഞങ്ങൾ മണിമലയാറിൻ്റെ പടിഞ്ഞാറേ കരയിലായിരുന്നു, ഹൈസ്കൂള് കിഴക്കേ കരയിലും. മല്ലപ്പള്ളിയിലെ പോളി ഇമ്മാനുവൽ CSI പള്ളിയും കിഴക്കേ കരയിൽ. അതുകൊണ്ട് മണിമലയാർ കടന്നു വേണമായിരുന്നു സ്കൂളിൽ പോകാനും പള്ളിയിൽ പോകാനും പറ്റും. ഞാൻ ഫസ്റ്റ് ഫോറം മുതൽ സിക്സ്ത് ഫോറം വരെ മല്ലപ്പള്ളി CMS ഹൈസ്കൂളിൽ പഠിച്ചു. അതിനുശേഷം തിരുവല്ല മാർത്താമ കോളേജിൽ വിദ്യാഭ്യാസം തുടർന്നു. പിന്നീട് ഉദ്യോഗാർത്ഥം ന്യൂഡൽഹിയിലേക്ക് പോയി 1960കളുടെ തുടക്കത്തിൽ. അവിടെ ആദ്യം കാൽടെക്സ് കമ്പനിയിൽ ജോലി ചെയ്തു. പിന്നീട് BR ഹെർമൻ ആൻഡ് മൊഹാട്ട കമ്പനിയിലും ജോലി ചെയ്തു. ഈ കാലഘട്ടത്തിൽ സംഭവിച്ച ഒരു പ്രധാന കാര്യം, ന്യൂഡൽഹിയിലെ കേരള ക്ലബ്ബുമായി സഹകരിച്ച് പ്രവർത്തിക്കാൻ കഴിഞ്ഞു. കേരള ക്ലബ്ബ് മാത്രമല്ല, കേരള ക്ലബിലെ സാഹിത്യ സഖ്യവുമായിട്ട് ഏതാണ്ട് 8-10 വർഷക്കാലം ഈ സാഹിത്യ സഖ്യത്തിൽ നടന്ന ചർച്ചകളിൽ പങ്കെടുക്കാൻ കഴിഞ്ഞത് വലിയൊരു അനുഭവം തന്നെ. മലയാളത്തിലെ പ്രമുഖരായുള്ള സാഹിത്യകാരന്മാരുമായിട്ടെല്ലാം തന്നെ അടുത്തിടപഴകാൻ കഴിഞ്ഞു. സാഹിത്യ ചർച്ചകൾ മാത്രമല്ല, ഇപ്പം സാഹിത്യ ചർച്ചയ്ക്ക് ശേഷം പുറത്ത് ഏതെങ്കിലും റെസ്റ്റോറൻറ്റിൽ ഈ ചർച്ച തുടർന്നുകൊണ്ടിരുന്നു. അന്നത്തെ ചില പേരുകൾ, സുപ്രസിദ്ധനായ OV വിജയൻ, M മുകുന്ദൻ, ചെറിയാൻ കെ ചെറിയാൻ തുടങ്ങി പല പേരുകളും ഓർമ്മയിൽ വരുന്നു. അതുപോലെ തന്നെ പ്രഗത്ഭരായ ധാരാളം വ്യക്തികൾ SC സാഹിത്യ സഖ്യത്തിൽ വന്ന് പ്രസംഗിക്കുക പതിവായിരുന്നു. E ശങ്കരക്കുറുപ്പ്, SK പൊറ്റക്കാട്, പനമ്പള്ളി ഗോവിന്ദമേനോൻ, BK കൃഷ്ണമേനോൻ തുടങ്ങി എത്രയോ പ്രഗത്ഭരായ വ്യക്തികൾ അവിടെ വന്ന് പ്രവർത്തിച്ചിരുന്നു. അവിടെ പ്രഭാഷണങ്ങൾ നടത്തിയിരുന്നു. ഡൽഹിയിൽ ചെന്നപ്പോൾ മുതൽ ഞാൻ രാഷ്ട്രപതി ഭവൻ്റെ അടുത്തുള്ള റിഡംപ്ഷൻ ചർച്ചിലെ അംഗമായിരുന്നു. കുറേ വർഷങ്ങളിലേക്ക് അത് തുടർന്നു. പിന്നീടാണ് അവിടെ ഒരു CSI കോൺഗ്രിഗേഷൻ രൂപപ്പെട്ടത്. ഡൽഹിയിൽ ജീവിച്ച ഒരു ദശാബ്ദക്കാലം സംഭവബഹുലമായിരുന്നു. ധാരാളം വായിക്കാനുള്ള സന്ദർഭമുണ്ടായി. അമേരിക്കൻ കോൺസുലേറ്റ് ലൈബ്രറിയിൽ ചേർന്നു. ഞാൻ ആദ്യം അവിടെ എടുത്ത ഒരു ബുക്ക് ഇപ്പോഴും എൻ്റെ ഓർമ്മയിലുണ്ട്. ബാരി ഗോൾഡ് വാട്ടറിൻ്റെ ജീവചരിത്രം. അന്ന് ബാരി ഗോൾഡ് വാട്ടർ ഒരു പ്രസിഡൻഷ്യൽ കാൻഡിഡേറ്റ് പോലും അല്ലായിരുന്നു. എങ്കിലും പുതുതായി വന്ന ആ പുസ്തകം എനിക്ക് വായിക്കാൻ കഴിഞ്ഞു. അമേരിക്കയെ പറ്റിയുള്ള നല്ലൊരു അറിവ് അന്ന് തന്നെ ഉണ്ടായി. കേരള ക്ലബ്ബ് ലൈബ്രറിയിൽ ധാരാളം പുസ്തകങ്ങളുടെ ഒരു കളക്ഷൻ ഉണ്ടായിരുന്നു, മലയാളം പുസ്തകങ്ങൾ. അതിലാദ്യം ഞാൻ വായിച്ച ഒരു പുസ്തകം കോണ്ടിക്കി യാത്രയായിരുന്നു. അതായത് തെക്കേ അമേരിക്കയിലെ പെറുവിൻ്റെ തീരത്തു നിന്നും പസഫിക് കടന്ന് ദ്വീപുകളിലേക്ക് യാത്ര ചെയ്യുന്ന ഒരു നോർവീജിയൻ സയൻറ്റിസ്റ്റിൻ്റെ അനുഭവ കഥ. അതായത് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് അന്നത്തെ ടെക്നോളജി ഉപയോഗിച്ച് തെക്കേ അമേരിക്കയിൽ നിന്നും പസഫിക് കടൽ കടന്ന് യാത്ര ചെയ്തിരുന്നു എന്ന ഒരു അറിവുണ്ടായിരുന്നു. അത് സത്യമാണോന്നറിയാനാണ് ഈ നോർവീജിയൻ സയൻറ്റിസ്റ്റ് 1948 മറ്റോ പെറുവിൻ്റെ തീരത്തു നിന്നും പസഫിക് കടന്ന് യാത്ര ചെയ്യാൻ തീരുമാനിച്ചത്.
അപ്പോൾ ആ പഴയ ടെക്നോളജി മാത്രം ഉപയോഗിച്ചിട്ട് ആധുനിക ടെക്നോളജി ഒന്നും ഇല്ലാതെ ആ ഒരു ബുക്ക് വായിച്ചതും എൻ്റെ ഓർമ്മയിലുണ്ട്. കൂടാതെ ഇന്ത്യ ഇൻഫർമേഷൻ സെൻറ്റർ ലൈബ്രറി, ബ്രിട്ടീഷ് കൗൺസിൽ ലൈബ്രറി, ഇങ്ങനെയുള്ള ലൈബ്രറികളിലെല്ലാം തന്നെ കഴിയുന്നിടത്തോളം ബുക്കുകൾ എനിക്ക് വായിച്ചു തീർക്കാൻ പറ്റി. അന്നത്തെ സാഹിത്യ സഖ്യത്തിലെ പ്രധാന ഒരു ചർച്ചാ വിഷയം ആധുനികതയായിരുന്നു. ആധുനികത, മലയാളത്തിൽ ആധുനികത ഉരുത്തിരിഞ്ഞു വരുന്ന കാലഘട്ടം. പക്ഷേ പാശ്ചാത്യ ദേശത്ത് ഈ ആധുനികത എന്നത് 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കം മുതൽ തന്നെ വന്നു ഭവിച്ച ഒരു പ്രസ്ഥാനമായിരുന്നു. അല്ലെങ്കിൽ 19-ാം നൂറ്റാണ്ടിൻ്റെ പാതി മുതൽ, അതായത് യൂറോപ്പിലെ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ മുതൽ 19-ാം നൂറ്റാണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു കാലഘട്ടമായിരുന്നു. അതായത് ക്രൈസ്തവ റിലീജിയനിൽ തന്നെ വളരെയധികം മാറ്റങ്ങളുണ്ടായി. റിവൈവൽ പ്രസ്ഥാനമുണ്ടായി. ആംഗ്ലിക്കൻ മിഷണറിമാർ ലോകത്തിൽ മുഴുവൻ സഭകൾ സ്ഥാപിക്കാൻ തുടങ്ങി. കാത്തലിക് മിഷണറിമാരും അതുപോലെ തന്നെ വിവിധ രാജ്യങ്ങളിൽ അവരുടെ മിഷണറി പ്രവർത്തനം നടത്തി. ബാസൽ മിഷണറിമാരും അതുപോലെ തന്നെ. ഇന്ത്യയിൽ തുടക്കത്തിൽ മിഷണറിമാർ പ്രവർത്തനം നടത്തുന്നത് ഈസ്റ്റ് ഇന്ത്യ കമ്പനി പ്രോത്സാഹിപ്പിച്ചിരുന്നില്ല. പക്ഷേ ഒരു പ്രത്യേക കാലഘട്ടത്തിൽ, പ്രത്യേക സാഹചര്യത്തിൽ ചില മിഷണറി പ്രവർത്തനം വേണ്ടി വന്നു. പ്രത്യേകിച്ച് തിരുവിതാംകൂറിൽ 1805 മറ്റോ ആണെന്ന് തോന്നുന്നു, പ്രഗത്ഭനായ ഒരു ദിവാൻ കേണൽ ജോൺ മൺട്രോ ദിവാനായി വന്നു. അതാണ് തിരുവിതാംകൂറിലെ ക്രൈസ്തവ സഭയുടെ ചരിത്രത്തെ മാറ്റിമറിച്ചത്. കേണൽ മൺട്രോ ആംഗ്ലിക്കൻ മിഷണറിമാർ കേരളത്തിൽ വരാൻ പ്രോത്സാഹിപ്പിച്ചു. അങ്ങനെയാണ് തോമസ് നോർട്ടൺ ആലപ്പുഴയിലെത്തിയത്. അത് 1813 എൻ്റെ ഓർമ്മ, ഞാൻ വായിച്ച് കിട്ടിയ ഓർമ്മ. അദ്ദേഹം ആലപ്പുഴ വളരെ ത്യാഗം സഹിച്ച് പ്രവർത്തിച്ചു. അതിൻ്റെ ഫലമാണ് 1820-കളിൽ ഓർത്തഡോക്സ് യാക്കോബ ചർച്ചും ആംഗ്ലിക്കൻ മിഷണറി സമൂഹവുമായി ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചത്. ദൗർഭാഗ്യവശാൽ ഏതാനും വർഷങ്ങൾക്ക് ശേഷം അവർ വേർപിരിഞ്ഞു. ഞാൻ ഇത്രയും പറഞ്ഞതിൻ്റെ തുടർച്ചയെന്നാണ് പറയട്ടെ. 1800-കളുടെ മധ്യത്തിൽ യൂറോപ്പിൽ തന്നെ എല്ലാ രംഗത്തും വളരെയധികം വ്യതിയാനങ്ങളുണ്ടായി. കലാരംഗത്ത് ഇംപ്രഷനിസം നേരത്തെ ഉണ്ടായിരുന്ന പെയിൻറ്റിങ്ങിൽ നിന്നും വളരെ വ്യത്യസ്തമായ ഒരു പന്ഥാവായിരുന്നത്. അതായത് ചിത്രമൊന്നും പൂർത്തിയാകാത്ത രീതിയിലുള്ള വരകൾ, പ്രകൃതിയെ നമ്മൾ വെറുതെ നോക്കിക്കാണുന്ന ചിത്രങ്ങൾ, ഒന്നിനും അവസാനമില്ലാത്ത രീതിയിലുള്ള വരകൾ, അതിൻ്റെ തുടർച്ചയാണ് 20-ാം നൂറ്റാണ്ടിൽ എക്സ്പ്രഷനിസം ഉണ്ടായത്. അതായത് അത് ഏറെ സ്പിരിച്വലായിരുന്നു. ചിലപ്പോൾ നമുക്ക് തോന്നും അർത്ഥമില്ലാത്ത വരകളാണെന്ന്. ഈ പശ്ചാത്തലത്തിലാണ്, അല്ലെങ്കിൽ വ്യവസായ വിപ്ലവത്തിൻ്റെയും ഇതിൻ്റെ എല്ലാം പശ്ചാത്തലത്തിലാണ് 20-ാം നൂറ്റാണ്ട് തുടക്കത്തിൽ സാഹിത്യത്തിൽ ആധുനികത വളർന്നു വന്നത്. ആധുനികത ഏതാണ്ട് 2-ാം ലോകമഹായുദ്ധം വരെ പാശ്ചാത്യ രാജ്യത്ത് തുടർന്നു. അത് ദർശനങ്ങളിൽ
വളരെയധികം വ്യതിയാനം ഉണ്ടാക്കി. ഈ ആധുനികതയെ പറ്റിയുള്ള പഠനമാണ് 1960കളിൽ കേരള ക്ലബിലെ സാഹിതി സഖ്യത്തിൽ നടന്നത്. ഏതാണ്ട് 5-8 വർഷക്കാലം ഈ പ്രഭാഷണങ്ങൾ മുഴുവൻ എനിക്ക് കേൾക്കാൻ കഴിഞ്ഞു. അന്നത്തെ ഒരു പ്രഗത്ഭനായ വ്യക്തിയായിരുന്നു അദ്ദേഹം. ഡൽഹിയിലല്ലായിരുന്നു, മദ്രാസ് സിറ്റിയിലായിരുന്നു. പ്രഗത്ഭനായ എം ഗോവിന്ദൻ. അദ്ദേഹത്തിൻ്റെ നേതൃത്വം അന്ന് മലയാള സാഹിത്യത്തിൽ വളരെ വിലമതിക്കപ്പെട്ട ഒരു കാര്യമായിരുന്നു. കേരളത്തിലെ പുരോഗമന സാഹിത്യ പ്രസ്ഥാനങ്ങളിൽ നിന്ന് മാറി ഒരു ആധുനികത ചർച്ച ചെയ്യുന്നതിലേക്ക് വന്നത് തുടക്കം മുതൽ കാണാൻ കഴിഞ്ഞത് ഒരു ഭാഗ്യമായിട്ട് ഞാൻ കണക്കാക്കുന്നു. ഈ ആധുനികതയാണ് പിന്നീട് ഈ പശ്ചാത്തലത്തിലാണ് ഞാൻ ആത്മീയതയും കൂടെ നോക്കിക്കണ്ടത്. ലൈറ്റ് പറഞ്ഞില്ലേ? മലയാള സാഹിത്യത്തിലെ ആധുനികതയെപ്പറ്റി പറയുമ്പോൾ പാശ്ചാത്യ ദേശത്ത് ആധുനിക അവസാനിക്കുന്നിടത്തു നിന്നാണ് മലയാളത്തിൽ ഈ പ്രസ്ഥാനം തുടങ്ങുന്നത്. 1950കളുടെ തുടക്കത്തിൽ പുരോഗമന സാഹിത്യം ആണ് മലയാള സമൂഹത്തെ നിയന്ത്രിച്ചിരുന്നത്. ഈ പുരോഗമന സാഹിത്യത്തിൻ്റെ പശ്ചാത്തലത്തിൽ ധാരാളം കൃതികൾ നമുക്ക് കിട്ടി. അതായത് തകഴിയുടെ ചെമ്മീന്, രണ്ടിടങ്ങഴി, കേശവദേവിൻ്റെ ഓടയിൽ നിന്ന്, പൊൻകുന്നം വർക്കിയുടെ കൃതികൾ, കാഴൂർ നീലകണ്ഠപിള്ളയുടെ കഥകൾ, വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ നോവലുകൾ, ഇതൊക്കെ ഉദാഹരണമായിട്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. പക്ഷേ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ നോവല് വ്യത്യസ്തമായിരുന്നു. അതിവിടെ ഒന്ന് സൂചിപ്പിക്കുകയാണ്. എന്നാൽ 1960കൾ കഴിഞ്ഞപ്പോഴത്തേക്ക്, അല്ലെങ്കിൽ അതിനു മുമ്പ് തന്നെ മലയാള സാഹിത്യത്തിൽ സി ജെ തോമസ്, അയ്യപ്പ പണിക്കർ തുടങ്ങിയവർ, അല്ലെങ്കിൽ പോഞ്ഞിക്കര റാഫി തുടങ്ങിയവർ ഒരു ആധുനികത എന്തും തിരിച്ചറിഞ്ഞു. അതിനു മുമ്പ് മലയാള സാഹിത്യത്തിൻ്റെ ചർച്ചകളെ നിയന്ത്രിച്ചിരുന്നത് കേസരി ബാലകൃഷ്ണപിള്ളയും പ്രൊഫസർ എം പി പോളും അങ്ങനെ ചിലരായിരുന്നു. അവരുടെ നേതൃത്വത്തിലായിരുന്നു കോട്ടയത്തെ സാഹിത്യ സഹകരണ സംഘം രൂപപ്പെട്ടത്. അവിടെ പ്രവർത്തിച്ചിരുന്നവർ നേരത്തെ പറഞ്ഞ പോലെ തകഴി ശിവശങ്കരപിള്ള, പൊൻകുന്നം വർക്കി, DC കിഴക്കേമുറി, കാരൂർ നീലകണ്ഠപിള്ള, ഇങ്ങനെ അന്നത്തെ പ്രമുഖ സാഹിത്യകാരന്മാരായിരുന്നു. എന്നാൽ 1960കളിൽ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഡൽഹിയിലെ സാഹിത്യ സഖ്യത്തിൽ ആധുനിക സാഹിത്യം നിർവചിക്കാനുള്ള ചർച്ചകൾ തുടർന്നു. അത് ആ ചർച്ചയിൽ ഞാൻ പങ്കെടുത്തത് പിന്നീടുള്ള എൻ്റെ ചിന്തകളിലും എഴുത്തിലും വളരെയധികം പ്രയോജനപ്പെട്ടു. ഇവിടെ ആധുനികതയെപ്പറ്റി ഒന്നുകൂടെ വ്യക്തമായിട്ട് പറയണമെന്ന് തോന്നുന്നു. യൂറോപ്പിൽ അന്ന് 3 പ്രസ്ഥാനങ്ങളാണ് ഉണ്ടായിരുന്നത്. ഒന്ന് സഭ. ഇവിടെ സഭ എന്ന് പറയുന്നത് റോമൻ കാത്തലിക് ചർച്ച്, ജർമ്മനിയിലെ ലൂതറൻ ചർച്ച്, ഇംഗ്ലണ്ടിലെ ആംഗ്ലിക്കൻ സഭ, ഇതെല്ലാം സഭ എന്ന് പറയുന്ന ഒന്നായിട്ട്. സഭ എങ്ങനെ സമൂഹത്തെ നിർവചിച്ചു? 2, കമ്മ്യൂണിസം.
1920 മുതൽ 1917 മുതൽ 1950കളിലൊക്കെ എത്തിയപ്പോഴത്തേക്കും യൂറോപ്പിൽ കമ്മ്യൂണിസ്റ്റ് തത്വശാസ്ത്രം വളരെയധികം വേരുറച്ചു കഴിഞ്ഞിരുന്നു. കമ്മ്യൂണിസം എങ്ങനെയാണ് സമൂഹത്തെ നിർവചിച്ചത്? കാരണം സഭ വ്യക്തികൾക്കും സമൂഹത്തിനും ഒരുപോലെ പ്രാധാന്യം കൊടുത്തെങ്കിൽ കമ്മ്യൂണിസം സമൂഹത്തിന് മാത്രമാണ് പ്രാധാന്യം കൊടുത്തത്, വ്യക്തിയെ അവഗണിച്ചു. ഈ ഒരു കാലഘട്ടത്തിലാണ് ആധുനികത എന്ന പ്രസ്ഥാനം രൂപപ്പെട്ടു വരുന്നത്. ആധുനികത വ്യക്തിയിലേക്ക് മാത്രമാണ് തിരിഞ്ഞു നോക്കിയത്. വ്യക്തി സർവസ്വതന്ത്രനാണ്. ഈ വ്യക്തിയെ മുൻനിർത്തിയാണ് 60കളിലെ മലയാള ആധുനിക എഴുത്ത് രൂപപ്പെട്ടത്. ഇവിടെ ആധുനികത കൈകാര്യം ചെയ്ത പ്രധാന എഴുത്തുകാർ OV വിജയൻ, കാക്കനാടൻ, M മുകുന്ദൻ, കവി ചെറിയാൻ കച്ചെറിയാൻ എന്നിവരായിരുന്നു. ഇതിൽ എന്നെ അധികം വളരെയധികം സ്വാധീനിച്ചത് OV വിജയനും പിന്നെ MB നാരായണപിള്ളയുടെ എഴുത്തുകളും. അതുപോലെ തന്നെ ചിത്രകാരനായിരുന്ന രാജൻ കാക്കനാടൻ, ജോർജ് വർഗീസ് കാക്കനാടൻ്റെ ഇളയ സഹോദരൻ, ഇവരെല്ലാം തന്നെ പ്രഗത്ഭ വ്യക്തിത്വങ്ങളുടെ ഉടമയായിരുന്നു. എന്നാൽ ഈ ആധുനികത നമുക്ക് ചില സ്വാതന്ത്ര്യങ്ങൾ ഇവിടെ തന്നു. ഇതൊരു പ്രസ്ഥാനമാണെങ്കിലും അവരവരുടെ രീതിയിൽ തന്നെ ആധുനികത ഡിഫൈൻ ചെയ്യാൻ ഉള്ള ഒരു അവസരം ഉണ്ടായിരുന്നു. എഴുപതുകളായപ്പോഴത്തേക്കും ഞങ്ങൾ 1968 ഞങ്ങൾ വിവാഹിതരായി. 1969 അമേരിക്കയിലേക്ക് വരാനൊരു സാധ്യത ഉണ്ടായിരുന്നു. പക്ഷേ അത് അപ്പോഴും വേണ്ടെന്ന് വെച്ചു. അതിനുശേഷം 1973 ആദ്യമായിട്ട് ഡിട്രോയിറ്റിലേക്ക് വന്നത്. ഡിട്രോയിറ്റിലേക്ക് തന്നെ പോകാനൊരു കാരണം ഉണ്ടായിരുന്നു. ന്യൂഡൽഹിയിലെ സഫ്ദർജംഗ് ഹോസ്പിറ്റലിൽ നിന്നുള്ള അധികം പേരും ഡിട്രോയിറ്റിലേക്കാണ് കുടിയേറിയത്. അന്ന് അതൊരു സൗകര്യമായിട്ട് കണ്ടു. ഡിട്രോയിറ്റിൽ ചെന്നിട്ട് ആദ്യമായി ചില ഫാക്ടറികളിലെല്ലാം ജോലി ചെയ്തു. അതിനോടൊപ്പം പഠനം തുടർന്നു. ഇടയ്ക്കിടയ്ക്ക് മുടങ്ങിപ്പോയ പഠനം അവിടെ തുടർന്നു. ഡിട്രോയിറ്റ് പഠനം തുടരാൻ വളരെയധികം അനുകൂല സാഹചര്യങ്ങളുണ്ടായിരുന്നു. അങ്ങനെ പഠനം തുടർന്നപ്പോൾ ഡിട്രോയിറ്റിലെ ബ്ലൂ ക്രോസ് ബ്ലൂ ഷീൽഡ് എന്ന കമ്പനിയിൽ ജോലി കിട്ടി. അത് ഏതാണ്ട് 5-6 വർഷം മറ്റോ തുടർന്നു. ഡിട്രോയിറ്റിലെ സാഹിത്യ ചർച്ചകൾ ഞങ്ങൾ തുടർന്നെങ്കിലും, ഒരു ചെറിയ ഗ്രൂപ്പ് തുടർന്നെങ്കിലും കാര്യമായിട്ടുള്ള എഴുത്തൊന്നും നടന്നില്ല. അതിനുശേഷം 1982 ഹ്യൂസ്റ്റണിലേക്ക് വരാൻ തീരുമാനിച്ചു. അതിന് പ്രധാന കാരണം ഒന്ന് ഡിട്രോയിറ്റിലെ അതിശൈത്യം, 2 നഴ്സിംഗ് ലൈസൻസിൻ്റെ ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു. അത് ടെക്സാസ് സംസ്ഥാനത്ത് അക്സെപ്റ്റ് ചെയ്യും, മിഷിഗണിൽ അത് കുറച്ചുകൂടെ ഹാർഡായിരുന്നു. അങ്ങനെ 1982 ജൂലൈ മാസം ഞങ്ങൾ ഹ്യൂസ്റ്റണിലേക്ക് വന്നു. ഹ്യൂസ്റ്റണിൽ വന്നപ്പോൾ മുതൽ തന്നെ അന്നത്തെ CSI പള്ളിയിൽ ഞങ്ങൾ അംഗങ്ങളായിരുന്നു. പിന്നീട് 1983
1983 തന്നെ ഇവിടെ നിന്നൊരു ഇന്ത്യ ന്യൂസ് റിവ്യൂ എന്നൊരു മാസിക തുടങ്ങി. ഇപ്പോൾ ഡാളസിൽ താമസിക്കുന്ന തോമസ് എബ്രഹാം അതിലെൻ്റെ പാർട്ട്ണറായിരുന്നു. ഞങ്ങളത് 4 വർഷം നടത്തിക്കൊണ്ടിരുന്നു. പിന്നീട് 1988 മുതൽ 3 കേരള ഡയറക്ടറി പ്രസിദ്ധീകരിച്ചു. അതിൽ മാർത്തോമ സഭയിലെ ടി.എ. മാത്യു സഹകരണത്തോടു കൂടിയാണ് അത് ചെയ്തത്. അത് ആ പ്രോജക്റ്റും വളരെ വിജയകരമായി നടത്തി. പിന്നീട് സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് ഒരു ഡയറക്ടറുടെ ആവശ്യമില്ലെന്ന് മനസ്സിലായതുകൊണ്ട് അത് വേണ്ടെന്ന് വെച്ചു. ഈ കാലഘട്ടത്തിൽ തന്നെയാണ് വേറെ ചില സംഭവവികാസങ്ങൾ ഉണ്ടായത്. 1989 തോന്നുന്നു ക്യാമ്പൽ ആൻഡ് റിട്രീറ്റ് തുടങ്ങി. അതിനും ഞാൻ മുമ്പിൽ തന്നെ ഉണ്ടായിരുന്നു. ധാരാളം പേര് അതിനോട് സഹകരിച്ച് പ്രവർത്തിച്ചു. ചില പേരുകൾ പറയട്ടെ: കെ.ഇ. ജോസഫ്, ജോണ്, സി.കെ. ഉമ്മൻ, ജോസി അബ്രഹാം. ഇവരെല്ലാം തന്നെ അങ്ങ് ആ ഒരു പ്രസ്ഥാനത്തിന് വേണ്ടി വളരെയധികം കഷ്ടപ്പെട്ട് പ്രവർത്തിച്ചവരായിരുന്നു. അത് ഏതാണ്ട് 27-28 വർഷം തുടർച്ചയായി നടന്നു പോന്നു. 1989 ഹ്യൂസ്റ്റണിലുള്ള എഴുത്തുകാർ ചേർന്നിട്ട് കേരള റൈറ്റേഴ്സ് ഫോറം എന്നൊരു സംഘടനയ്ക്ക് രൂപം കൊടുത്തു. അതിൽ പല പ്രമുഖ അംഗങ്ങളും ഇപ്പോഴും ഈ പ്രസ്ഥാനത്തിൽ സജീവമാണ്. തുടർച്ചയായി എല്ലാ മാസവും ഇതിൻ്റെ ചർച്ചാ സമ്മേളനങ്ങൾ നടക്കുന്നുണ്ട്. അടുത്ത മീറ്റിംഗ് ഏപ്രിൽ മാസം 27 ശനിയാഴ്ച 3:30 കേരള കിച്ചൺ റെസ്റ്റോറൻറ്റിൽ വെച്ച് നടക്കുന്നതായിരിക്കും. ആയിരത്തി 1988 മുതൽ ഉള്ള കാലഘട്ടം വളരെ സംഭവബഹുലമായിരുന്നു. 1989 കേരള റൈറ്റേഴ്സ് ഫോറം തുടങ്ങി. റൈറ്റേഴ്സ് ഫോറത്തിലെ ചർച്ചകൾ എന്നെ വളരെയധികം സ്വാധീനിച്ചു. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡൽഹിയിലെ സാഹിത്യ സഖ്യത്തിൻ്റെ ഒരു തുടർച്ച പോലെ തന്നെയാണ് റൈറ്റേഴ്സ് ഫോറം. റൈറ്റേഴ്സ് ഫോറം ചർച്ചകൾ എനിക്ക് തോന്നിയത് ഒരു ഡിഫറൻസ് മാത്രം ഉണ്ടായിരുന്നത്, സാഹിത്യ സഖ്യ ചർച്ചയിൽ ഞാനൊരു കേൾവിക്കാരനായിരുന്നു. ഇവിടെ ഒരു ലീഡർഷിപ്പ് റോളിലേക്ക് വരേണ്ടതായിട്ട് വന്നു. അമേരിക്കയിലെ ആദ്യത്തെ സാഹിത്യ ചർച്ചാ വേദിയായിരുന്നു കേരള റൈറ്റേഴ്സ് ഫോറം. ഇതിൻ്റെ ഉണ്ടായിരുന്നത് മാത്യു നെല്ലിക്കുന്ന്, ആർ. സുഗുണൻ, ഈശോ ജേക്കബ്, ഡോക്ടർ സണ്ണി ഇടുമറ്റൂര്, മാത്യു മത്തായി. ഇങ്ങനെ അറിഞ്ഞുകൊണ്ട് ആരുടെയും പേര് വിട്ടുപോകുന്നില്ല. ഇത്രയും ഞാൻ പറഞ്ഞതേ ഉള്ളൂ. പക്ഷേ അവിടെ മുതലാണ് എഴുത്ത് സീരിയസ് ആയിട്ട് എടുക്കാൻ തുടങ്ങിയത്. 1992 ഫൊക്കാനയുടെ ഒരു സമ്മേളനം വാഷിംഗ്ടൺ DC-യിൽ നടന്നു. അതിൽ പങ്കെടുത്തു. അപ്പോൾ തോന്നിയ ഒരു ആശയമാണ്, എഴുത്തുകാർക്ക് വേണ്ടി എന്തുകൊണ്ട് ഒരു നാഷണൽ സംഘടന രൂപീകരിച്ചുകൂടാ. അന്നത്തെ മലയാളം പത്രത്തിൽ കൂടി ധാരാളം ചർച്ചകൾ നടന്നു. അതിൽ പങ്കെടുത്തവർ ഡാളസിൽ നിന്നുള്ള ജോസഫ് നമ്പിമഠം, അതുപോലെ തന്നെ ന്യൂയോർക്കിൽ നിന്നുണ്ടായിരുന്ന ഫാദർ ഇസഡം മുഴൂര്, ഇവരെല്ലാം തന്നെ ആ ചർച്ചയിൽ പങ്കെടുത്തു.
അങ്ങനെ 1996 ഡാളസിൽ ഒരു ഇൻഫോർമൽ സംഘടന രൂപീകരിച്ചു. അതാണ് ഇന്നത്തെ ലാന, ലിറ്റററി അസോസിയേഷൻ ഓഫ് നോർത്ത് അമേരിക്ക. ഈ പറഞ്ഞ സംഘടനകളുടെ എല്ലാം തുടക്കം മുതൽ തന്നെ അതിൽ പങ്കെടുക്കാൻ കഴിഞ്ഞത് ഒരു ഭാഗ്യം തന്നെ ഞാൻ കരുതുന്നു. അത് എനിക്ക് ധാരാളം കൃതികൾ എഴുതാനും മറ്റും സഹായിച്ചു. ആദ്യമായിട്ട് 1992 തോന്നുന്നു എൻ്റെ ഒരു കഥാസമാഹാരം പ്രസിദ്ധീകരിച്ചു, നിറം പിടിപ്പിച്ച ലോകം. പിന്നീട് മറ്റൊരു കഥാസമാഹാരം പ്രസിദ്ധീകരിച്ചു, ഉടുപ്പുകളുടെ ഘോഷയാത്ര. പിന്നീട് കുടിയേറ്റം മുതൽ മടക്കയാത്ര വരെ എന്നൊരു സമാഹാരം, ആനയും അന്തർകുത്തും എന്നുള്ള അടുത്ത സമാഹാരം. ഈ കാലഘട്ടത്തിൽ മുഴുവൻ തന്നെ ധാരാളം എഴുതിക്കൊണ്ടിരുന്നു. മലയാളം പത്രത്തിൽ തുടർച്ചയായി കഥകൾ എഴുതിക്കൊണ്ടിരുന്നു. മറ്റ് ചെറിയ പല പത്രങ്ങളിലും ലേഖനങ്ങൾ എഴുതിക്കൊണ്ടിരുന്നു. അത് ഏതാണ്ട് 10-20 വർഷം തുടർന്നു. അതിനുശേഷം ഇപ്പോഴത്തെ ഈ മലയാളിയിലും എഴുതി. ഈ സന്ദർഭത്തിലാണ് ഭൂമിക്ക് മേലിട്ട് മുദ്ര എന്ന നോവൽ, ഏതാണ്ട് 300ഓളം പേജ് ഉള്ള ബൃഹത്തായ ഒരു നോവൽ എഴുതി തീർത്തത്. മല്ലപ്പള്ളിയിലെ ജീവിതം മുതൽ സാമൂഹിക ജീവിതം മുതൽ പൊളിറ്റിക്കൽ ഡെവലപ്മെൻറ്റ് എല്ലാം ഉൾക്കൊണ്ട് അമേരിക്കയിലേക്ക് ഒരാൾ കുടിയേറുന്ന സ്റ്റോറി. ഇതിൽ ഡിട്രോയിറ്റിലെ ചരിത്രം എൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ പകർത്താൻ കഴിഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ അമേരിക്കൻ മലയാളികളുടെ വിവിധ നഗരങ്ങളിലെ ജീവിതവും അതിൽ പകർത്താൻ കഴിഞ്ഞു. അതുമാത്രമല്ല, ഏതാണ്ട് 400 വർഷം മുമ്പ് പോർച്ചുഗലിൽ നിന്നും കേരളത്തിലേക്കുണ്ടായ കുടിയേറ്റം, അതുപോലെ തന്നെ അതിനോടൊപ്പം തന്നെ സമാന്തരമായി ബ്രസീലിലേക്ക് നടന്ന കുടിയേറ്റം, ഈ കഥകളെല്ലാം തന്നെ അവസാനം ഒരുമിച്ച് ചേർക്കാനും കഴിഞ്ഞുവെന്നാണ് എനിക്ക് തോന്നുന്നത്. കേരളത്തിലെ സമൂഹവും ബ്രസീലിയൻ സമൂഹവും തമ്മിലുള്ള ഒരു ബന്ധവും എഴുതാൻ കഴിഞ്ഞു. അതിനുശേഷം എഴുതിയൊരു ചെറിയ നോവലാണ് അപ്പപ്പ യു. അപ്പപ്പ യു ഗ്രാൻഡ് ഫാദേഴ്സ് യൂണിവേഴ്സിറ്റി എന്നാണ് അതിൻ്റെ അർത്ഥം. ഒരു 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 ചെറുപ്പക്കാരൻ കേരളം കാണാൻ പോകുന്നതിൻ്റെ ചില അനുഭവങ്ങളാണ് അതിൽ. അത് NBS വളരെ കാര്യമായി അത് പബ്ലിഷ് ചെയ്തു. 2-3 എഡിഷൻ വന്നതാണ് എൻ്റെ അറിവ്. അത് ബാലസാഹിത്യ കൃതി വായിക്കാനുള്ള കൃതിയിലേക്ക് അവർ തിരഞ്ഞെടുത്തു. ഇതിനിടയ്ക്ക് തന്നെ NBS തിരഞ്ഞെടുത്ത കഥകൾ പ്രസിദ്ധീകരിച്ചു. ഏതാണ്ട് 10-60 കഥകളുടെ ഒരു സമാഹാരം പ്രസിദ്ധീകരിച്ചു. അതിൻ്റെ 2 എഡിഷൻ ഉണ്ടായി. പിന്നീട് മറ്റ് കഥകളുടെ ധാരാളം പല എഡിഷൻസും ഉണ്ടായി. വൈരുദ്ധ്യാത്മക വിപ്ലവം, ന്യായവിധി, ലേഖനങ്ങളുടെ ചില സമാഹാരങ്ങളുണ്ടായി. അതിനുശേഷം അവസാനമായി പ്രസിദ്ധീകരിക്കാത്ത ഒരു നോവലാണ് യുഗങ്ങൾ അവസാനിക്കുന്നില്ല. അതിൻ്റെ ഡ്രാഫ്റ്റ് എൻ്റെ കയ്യിലുണ്ട്. ഇത് പ്രിൻ്റ് ചെയ്ത് വരുമ്പോൾ 400-ലധികം പേജ് ഉണ്ടായിരിക്കും. 4 ഭാഗങ്ങളായിട്ടാണ് അത് പ്രസിദ്ധീകരിക്കാൻ. 4 ഭാഗങ്ങളുള്ള ഒരു വലിയ നോവലായിരിക്കും. ആദ്യത്തെ ഭാഗം ഡൽഹി, 2ാമത്തെ ഭാഗം മണിമലയാറ്, 3ാമത്തെ ഭാഗം കരടിത്തോട്, 4ാമത്തെ ഭാഗം ഉടമ്പടി. ആദ്യത്തെ നോവലായ
ഭൂമിക്ക് മേലിൻ്റെ മുദ്രയിൽ ഡിട്രോയിറ്റിനാണ് പ്രാധാന്യം കൊടുത്തിരുന്നെങ്കിൽ യുഗങ്ങൾ അവസാനിക്കുന്നില്ല നോവലിൽ ഡൽഹിക്കും മല്ലപ്പള്ളി അല്ലെങ്കിൽ മണിമലയാറിനും ഹ്യൂസ്റ്റനും പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ ജീവിച്ച ജീവിതത്തിൻ്റെ ഭൂരിഭാഗവും ഞാൻ ജീവിച്ച നാല് സ്ഥലങ്ങളെ ഈ 2 കൃതികൾ കൂടി കവർ ചെയ്യുന്നു. അതിനോടൊപ്പം തന്നെ ഏതാണ്ട് 200 ചില്ലുവാനും ലേഖനങ്ങളുടെ ഒരു സമാഹാരവും പ്രസിദ്ധീകരിക്കണമെന്നുണ്ട്. അത് കാലവും കാതവും എന്ന ആ കൃതിയും എഡിറ്റിംഗ് സ്റ്റേജിലാണ്. അത് ഏതാണ്ട് 2005 മുതൽ ആഴ്ചവട്ടം പത്രത്തിലും ഈ മലയാളിയിലും ഹ്യൂസ്റ്റണിലെ മലയാളി അല്ലെങ്കിൽ പ്രവാസി പത്രങ്ങളിലും എഴുതിയ ലേഖനങ്ങളുടെ ഒരു കളക്ഷനായിരിക്കും. ഇത്ര മാത്രമാണ് സാഹിത്യ ജീവിതത്തെപ്പറ്റി എനിക്കിവിടെ പറയാനുള്ളത്. ഒരുമാതിരിപ്പെട്ടതെല്ലാം പറഞ്ഞു കഴിഞ്ഞല്ലോ. ഇതാണ് എൻ്റെ ആദ്യത്തെ നോവല് ഭൂമിക്ക് മേൽ മുദ്ര. ഇതിൻ്റെ പല എഡിഷൻ വന്നിട്ടുണ്ട്. ഇത് എവിടെ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്? NBS പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്, കോട്ടയത്തുനിന്ന് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്, കൊല്ലത്തുനിന്ന് വേറൊരു എഡിഷനുണ്ട്. ഇതെല്ലാം ആരെ കൊണ്ടാണ് ഇതെല്ലാം ചെയ്തിട്ടുണ്ടെങ്കിൽ? ഇത് മുഴുവൻ ഞാൻ കൈകൊണ്ട് ചെയ്തതാണ്. ശരി. അത് കഴിഞ്ഞിട്ട് അവിടെ കൊടുത്തിട്ട് ഫോണ്ട് ഒന്ന് മാറ്റി. പിന്നെ ഇതാണ് അപ്പൂപ്പ യു എന്ന ചെറിയൊരു നോവൽ. ശരി. ഗ്രാൻഡ് ഫാദേഴ്സ് യൂണിവേഴ്സിറ്റി. ഇത് ജോൺ മാത്യുവിൻ്റെ കഥകൾ NBS പ്രസിദ്ധീകരിച്ചതാണ്. ജോൺ മാത്യുവിൻ്റെ കഥകളുടെ വേറെ എഡിഷൻ. ഇത് നിറം പിടിപ്പിച്ച ലോകം. അതിൻ്റെ ഇത് വേറൊന്ന് കാലഘട്ടം കൂടെ ആണെന്നൊന്ന് പറയാൻ പറ്റുമോ? നിറം പിടിപ്പിച്ച ലോകം 1992. ഇത് 2 വർഷം കഴിഞ്ഞിട്ട് 94. ഇത് 94. ഉടുപ്പുകളുടെ ഘോഷയാത്ര. ഉടുപ്പുകളുടെ ഘോഷയാത്ര. ഇത് ഏത് വർഷമാണ് ഞാൻ നോക്കട്ടെ. അതെ, ഇത് 1998 കുടിയേറ്റം മുതൽ മടക്കയാത്ര വരെ. കുടിയേറ്റം മുതൽ മടക്കയാത്ര വരെ. ഇങ്ങോട്ട് വരുന്ന മുതൽ മടങ്ങിപ്പോകുന്നത് വരെ. ഇത് എല്ലാവരും ആടുജീവിതത്തിന്റെ ഇത് 2003 ആനയും അന്തകവിത്തും. ആനയും അന്തകവിത്തും പറഞ്ഞ ആദ്യത്തെ സ്റ്റോറി ആന. ഇവിടെ ഒരു പ്രവാസി ഇവിടെ കുടിയേറിയ ഒരാൾ നാട്ടിൽ ചെന്നിട്ട് ഒരാനയെ വാങ്ങുന്നു. അന്തകവിത്ത് എന്ന് പറഞ്ഞാൽ നെൽകൃഷിയിൽ നമ്മൾ നെല്ല് വിളയിച്ചു കഴിഞ്ഞാൽ ആ വിത്ത് വിതച്ചാൽ നമുക്ക് നെല്ല് കിളുത്ത് വരികയില്ല. ആ വിത്തിന് അന്തകവിത്ത് അവസാനത്തെ വിത്താണ്. നമുക്ക് വിത്ത് വേണമെങ്കിൽ സർക്കാരിൽ നിന്നും പുതിയ വിതയ്ക്കണമെങ്കിൽ വാങ്ങണം. ആ ഒരു കൺസെപ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് ഒരു സാമൂഹിക സ്റ്റോറിയാണ്. ഓക്കെ, ഇത് കളിപ്പാട്ടം എന്ന മറ്റുള്ള കൃതി ഇതിലൊക്കെ വന്നിട്ടുള്ള ഒരു സ്റ്റോറിയാണ്. ഇതൊരു പരീക്ഷണമാണ്. ഒരു സ്റ്റോറി മാത്രം എടുത്തിട്ട് അതെ. ഇത് തിരുവല്ല മാർത്താമ കോളേജിലെ വായനയ്ക്ക് അവർ ഉപയോഗിക്കുന്നുണ്ട്. ഇത് മാത്രമല്ല, ഇത് എൻ്റെ പല ബുക്കുകളും ഉപയോഗിക്കുന്നുണ്ട്. തിരുവല്ല മാർത്താമ കോളേജിൽ എനിക്കൊരു ഷെൽഫ് തന്നെയുണ്ട്, ലൈബ്രറിയിൽ. അത് ഞാൻ വളരെ ഒരു ഹോണറായിട്ട് തന്നെ കണക്കാക്കും. അതെ, ഇത് കോപ്പി ഫോർ യു. ഇതാണ്
ഡോക്ടർ ഷൈനി തോമസ് രചിച്ച ക്രൈസ്തവ ഗാനസാഹിത്യ ചരിത്രത്തിന് ആമുഖം എഴുതിയെന്ന് പറഞ്ഞാൽ അവതാരിക എഴുതി. വേറെ ആളും എഴുതിയിട്ടുണ്ട്, എന്നാലും ഞാനും. അതെ, ഈ ബുക്കും ഞാൻ അങ്ങോട്ട് തരികയാണ്, വായിച്ചിട്ട് ഇത് മടക്കി തന്നാൽ മതി. ഇത് വേറൊരു ബുക്കിന് ഞാൻ ഇതുപോലെ തന്നെ അവതാരിക എഴുതിയിട്ടുണ്ട്. വല്ലാത്ത സിനിമയെ വല്ലാതെ സ്നേഹിച്ച ഒരാൾ. സിനിമയെ വല്ലാതെ. അതെ 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 അതെ. പിന്നീട് നോക്കട്ടെ, മറ്റേ വേറൊരു കഥാസമാഹാരമാണ് ന്യായവിധി. വേറൊന്നാണ് വൈരുദ്ധ്യാത്മക വിപ്ലവം. വിപ്ലവം ഇതെല്ലാം തന്നെ കളിപ്പാട്ടത്തിൻ്റെ. അതെ, ഇത് ചിക്കാഗോയിലെ ലാന സമ്മേളനം നടന്നപ്പോൾ അവിടെ നടന്ന പ്രഭാഷണങ്ങളുടെ സംവാദങ്ങൾ. അതെ അതെ, ഞാൻ പുസ്തകമാക്കിയത്. ഇത് എന്നും ജീവിക്കുന്നവരുടെ ലോകം. അവിടെ മരിച്ചുപോയ ചില പ്രമുഖ വ്യക്തികളെ പറ്റി, സാഹിത്യരംഗത്ത് പ്രവർത്തിച്ച ചില വ്യക്തികളെ പറ്റിയുള്ള ഓർമ്മ. എന്നും ജീവിക്കുന്നവരുടെ ലോകം. ഇത് അനുഭവങ്ങൾക്ക് ചിറകുകൾ, ചില ലേഖനങ്ങളുടെ സമാഹാരം. നിറമണിയും നിമിഷങ്ങൾ. അതിന്റെ ഉള്ളടക്കം എന്താണ്? ഇതിന്റെ ഉള്ളടക്കം ലേഖനങ്ങളാണ്. അതെ, ഇതാണ് വേറൊന്ന്. ഇതാണ് അവർ ബിലൗഡ് ഭൂമി. അതിനൊരു കാരണമുണ്ട്. ഭൂമി ഇന്ത്യയിലെ എല്ലാ ലാംഗ്വേജിലും മനസ്സിലാക്കുന്ന വാക്കാണ്, സംസ്കൃത വാക്കാണ്. മനസ്സിലാകും. ഈ ഒരു വാക്ക് അമേരിക്കൻ സൊസൈറ്റിയിലേക്ക് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. ഭൂമിക്ക് മേലൊരു മുദ്രയുടെ ട്രാൻസ്ലേഷനാണിത്. ഇതിൻ്റെ ട്രാൻസ്ലേഷൻ ബേസിക്കലി നിർവഹിച്ചത് ചന്ദ്രശർമ്മ എന്ന ഒരു പ്രമുഖ വ്യക്തിയാണ്. അദ്ദേഹവും തിരുവല്ല മാർത്താമൻ കോളേജിൽ പഠിച്ചിരുന്നതാണ്. അദ്ദേഹം വളരെ താല്പര്യപൂർവ്വം ഇത് ചെയ്തു. പക്ഷേ ഇത് ഞാൻ എഡിറ്റ് ചെയ്തു. എന്നിട്ട് അവസാനം ഇതിൻ്റെ പ്രൂഫ് നോക്കുകയും മറ്റും ചെയ്തത് ഇവിടെയുള്ള ഒരു മാന്യസ്ത്രീയാണ്, ഒരു തമിഴ് പ്രൊഫസറാണ്. അതെ, അതെ, ധാരാളം വർക്ക് നടന്നു. ഇതും കൂടെ ഞാൻ തന്നെ ടൈപ്പ് ചെയ്തതാണ് ഇവിടെ വന്നിട്ട്. ഇതിന് തന്നെ ഒരു ഇന്ത്യൻ എഡിഷൻ വന്നു. ഭൂമിക്ക് ഇത് ഇന്ത്യയിൽ ഇതിന് കുറെ കോപ്പിയൊക്കെ പോയിട്ടുണ്ട്. ഇത് ഇന്ത്യയിൽ എക്സ്പെൻസീവ് ആണ്. അതുകൊണ്ട് ഇന്ത്യയിലേക്കുള്ള ഒരു എഡിഷൻ നടന്നു. പിന്നെന്താ വേണ്ടേ, ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ കേരള ഡയറക്ടറി. അതെ അതെ, TM മാത്യുവും കേരള ഡയറക്ടറി. ആ കാലത്ത് ആവശ്യമായിരുന്നു. ടെലിഫോണൊന്നും ഇല്ല, ഇന്റർനെറ്റ് ഒന്നുമില്ല. '92 ഉണ്ട്. ഇതും കൂടെ ഞാൻ കൈകൊണ്ട് ചെയ്തതായിരുന്നു. ഇത് നമ്മുടെ കോളേജ് മാഗസിൻ ഇറക്കുന്നവരുടെ ഒരു സ്റ്റൈൽ. അതെ അതെ, ഇതാണ് ഇന്ത്യ ന്യൂസ് ആൻഡ് റിവ്യൂ. ഇന്ത്യൻ ന്യൂസ് ആൻഡ് റിവ്യൂ. അതിന്റെ കുറെ എഡിഷൻസ് ഉണ്ട്. ഒരു കോപ്പി മതിയല്ലോ. അത് 1984. ഞാൻ തിരിച്ചു തരാവേ. കോപ്പി ചെയ്തിട്ട് ഞാനെന്നെ. അതെ അതെ, അത് 1986. ഇതിപ്പോ എക്സ്ക്ലൂസീവ്ലി അജായന്റെ പബ്ലിക്കേഷൻസ് മാത്രമാണ് ഇത്രയും പറഞ്ഞ ഡസൻ കണക്കിന് പുസ്തകം ഓവർ ദ പീരീഡ് ഓഫ് ഒരു 40 years അല്ലേ? അതെ അതെ അതെ. ഇതാണ് എന്റെ ലേറ്റസ്റ്റ് ബുക്കിന്റെ ഇപ്പം എഴുതിയിരിക്കുന്ന നോവല്. ഇങ്ങനെ അച്ഛൻ എഴുതുന്നല്ലേ? ഇത് മുഴുവൻ ഞാൻ ടൈപ്പ് ചെയ്താ. മലയാളം ടൈപ്പിംഗ് അച്ഛൻ അറിയാം? മലയാളം ടൈപ്പിംഗ് അറിയാം. പക്ഷെ ഇപ്പൊ ഒരു ട്രാജഡി പറ്റിയത്, എന്റെ കമ്പ്യൂട്ടർ ലൈറ്റിനിങ് ഡൗൺ ആയിപ്പോയി. അതുകൊണ്ട് ഇപ്പൊ എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഇനിയിപ്പം ഒരാൾ വരണം നാട്ടിൽ നിന്ന് വന്നിട്ട് ഇത് മുഴുവൻ അച്ഛൻ എഴുതിയിരിക്കുക. അപ്പൊ ഈ തകഴിയൊക്കെ ഒന്ന് കയറെഴുതിയത് എങ്ങനെയാ? ഇതൊക്കെ കൈകൊണ്ട് എഴുതി. ഞാൻ അവസാനം കൈകൊണ്ട് എഴുതിയ അന്നത്തെ കാലത്ത് ഇതുപോലുള്ള പേപ്പറുകൾ
എഡിറ്റ് ചെയ്യാനൊന്നും ഒരു സാധ്യതകളും ഇല്ലല്ലോ. ഇത് പത്തനംതിട്ട ജില്ലയിൽ മല്ലപ്പള്ളി കുന്നത്ത് വീട്ടിൽ ജനനം, മാതാപിതാക്കൾ അധ്യാപകനായിരുന്ന. ഇത് ഞാൻ വായിക്കാം. എപ്പിസോഡായിട്ട് നമുക്ക് ഒരു ബ്ലോഗായിട്ട് ചെയ്യാം. അതെ, അത് അജാൻ ഇരുന്ന് എടുക്കാം. ഓക്കെ. ഇനിയും പുസ്തകങ്ങൾ വല്ലതും ഉണ്ടോ? മറ്റു പുസ്തകങ്ങളെ പറ്റി ഞാൻ കാണിക്കാം. ഇതിവിടെ സ്റ്റോപ്പ് ചെയ്യണേ. ഇത് ഹോളി ബൈബിള് കിങ് ജെയിംസ് വേർഷനാണ്. ഓക്കെ. ഇത് അച്ഛനുമായിട്ടുള്ള ബന്ധം അത് ഞാൻ റെഫറൻസിന് വേണ്ടി. ഇത് ഓർത്തഡോക്സുകാർ ഉപയോഗിക്കുന്ന വിശുദ്ധ ഗ്രന്ഥം, സുറിയാനി നിന്നുള്ള പരിഭാഷയാണ്. കാരണം നമ്മുടെ ബൈബിൾ മാത്രം വായിച്ചാൽ പോരാ, മറ്റു പലതും വായിക്കണം. അതെ, ഇതാണ് ശബ്ദധാരാവലി. മലയാളത്തിൽ നാട്ടിൽ നോട്ടെന്നാണ്. ഇതാണ് മലയാളത്തിലെ അല്ല, ഇന്ത്യൻ സാഹിത്യത്തിലെ വളരെ പ്രസിദ്ധമായൊരു പുസ്തകമാണ്. വെട്ടമ്മാണി എഴുതിയ പുരാണിക എൻസൈക്ലോപീഡിയ. മലയാളത്തിലെ അത് പുരാണത്തിലെ ഏത് കഥാപാത്രം, ഒരു കഥാപാത്രം പറ. യശോദ. ബുദ്ധിമുട്ടുണ്ട് എടുക്കണ്ട. അല്ലെങ്കിൽ കൗരവർണ്ണോ അല്ല, എല്ലാ ക്രമത്തിലുണ്ട്. വെട്ടമ്മാണിയെ സമ്മതിച്ചു കൊടുക്കണം. അതെ, വെട്ടം പുതുപ്പള്ളി, കോട്ടയം വെട്ടോ. അതെ അതെ. വെട്ടമ്മാണി അത് മനോരമയ്ക്കൊക്കെ ഞാനും നോക്കോളാം. ഞാൻ കാണാറ് ഇത്ര ചെയ്താണെങ്കില് കുഴപ്പമില്ല. ഞാൻ ഇപ്പൊ ഒരു വാക്ക് പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു ശ്രീകൃഷ്ണന്റെ അമ്മയല്ലേ? യശോദ. ഉണ്ടോ? അതെ. ഇത് പിക്കാസോയുടെ ചിത്രങ്ങള്. പിക്കാസോയുടെ ചിത്രങ്ങൾ അച്ഛൻ്റെ ബുക്കുമായിട്ടുണ്ട്. അതെ അതെ. അതിന്റെയാണ് ഒരു കോപ്പി ഭിത്തിയിലുള്ളതല്ല. ഭിത്തിയുള്ള എനിക്കൊരാൾ തന്നാ. അതെ അതെ. ഇത് വളരെ അറിയാമല്ലോ എന്താണ് ഇത്. കാലഗർഭമുള്ള അതെ അതെ അത് തന്നെ. അതുകൂടെ ഒന്ന് എടുത്തോ. എൻ്റെ ഒരു സ്റ്റോറിക്ക് അവർ വരച്ചതാണ്. ഒരു പട്ടിയൊക്കെ കൊല്ലുന്നത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ചിത്രമാണ്. ഒരു പട്ടിയെ കൊല്ലുന്നത്. അതെ അതെ. അതെന്താ ഞാൻ എൻ്റെ ഒരു സ്റ്റോറി ഉണ്ട്. അത് ഈ ഒരു പട്ടിയെ കൊല്ലുന്നത്, അത് സ്റ്റോറി എഴുതി വന്ന് പ്രസിദ്ധീകരിച്ചപ്പോൾ ഞാനന്ന് നമ്മുടെ പള്ളിയിലെ കൊയർ മാസ്റ്ററോട് പറഞ്ഞു, അതിനോട് ചേർന്ന ഒരു പാട്ടുണ്ട്, സ്വാതന്ത്ര്യം കേൾക്ക 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 ഓർ കാഹളം. ഞാനത് പാടി കേൾപ്പിക്കാം. ഇത് അതെ. ഇതൊക്കെ കമ്മ്യൂണിസ്റ്റ് ആർട്ടിക്കിൾസ് അല്ലേ? അല്ല, മെഡീവൽ വേൾഡ് ആർട്ട്. ഓക്കെ ഓക്കെ. ഞാൻ ഇതെല്ലാം കാശ് കൊടുത്ത് വാങ്ങിയതാ. ഇവിടെ ഒന്നും നിൽക്കുന്നില്ല. ഇത് ചില ചിത്രം ഇതെല്ലാം വായിക്കുന്നോന്ന് ചോദിച്ചാൽ എനിക്ക് റെഫറൻസ്. ഇത് വാൻഗോങ്ങിന്റെ ഉണ്ടല്ലേ? അതെ അതെ. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ചിത്രകാരനാണ് വാൻഗോഗ്. അത് ഇറ്റലിക്കാരനാണോ? അല്ല, നെതർലൻഡുകാരൻ. വാൻ എന്ന് പറഞ്ഞാൽ ജോൺ. ഇത് സർറിയലിസം ഇത് അല്ല, ഇത് അമേരിക്കൻ ബുക്കായിരിക്കും, പക്ഷെ ഇത് യൂറോപ്യൻ. ഈ കലകളുടെ എല്ലാം കേന്ദ്രം യൂറോപ്പായിരുന്നു. എല്ലാം അതെ അതെ. ഇന്ത്യൻ നേഷൻസ്, ഇത് അമേരിക്കൻ. ഇത് സത്യം പറഞ്ഞാൽ ഇത് ഒരു എപ്പിസോഡ് അല്ല, 4 വേദങ്ങളും ഉപനിഷത്തുകളും. ഇതെന്റെ ഒരു സുഹൃത്ത് പബ്ലിഷ് ചെയ്തതാ. അത് അമേരിക്കൻ എഡിഷൻ ഇറക്കിയോ? അല്ല അല്ല അല്ല, ഇന്ത്യയിൽ. ഒരാൾ ഇവിടെ വന്നപ്പോൾ കൊണ്ടുവന്നാണ്. ഞാൻ മുമ്പേ പറഞ്ഞ മോഡേണിസം, പോസ്റ്റ് മോഡേണിസം. ഇത് ഞാൻ ഒരുപാട് ഡിസ്കസ് ചെയ്തത്. അതാ ഞാനിവിടെ മാർക്കിങ്.
വെച്ചിരിക്കുന്നത്. വെരി നൈസ്. ഇത് വാട്ട് ഗ്രേറ്റ് പെയിന്റിങ്സ്. റൈറ്റ്. ചിത്രകലയെ പഠിക്കാതെ സാഹിത്യമില്ല. അത് ശരി. ആ ചിത്രകല അല്ലേ? ചിത്രകലയാണ് അതിന്റെ ബേസിക്. പക്ഷേ ഇതിപ്പോ റെക്കോർഡ് ചെയ്യുന്നുണ്ടില്ല. ആദ്യമായിട്ട് എന്നെ സ്വാധീനിച്ച 1960-കളിൽ എന്നെ സ്വാധീനിച്ച ഒരു മാഗസിനായിരുന്നു എൻകൗണ്ടർ. 1968 ജൂൺ. എവിടുന്ന് എഡിഷൻ? ഇത് ലണ്ടനിൽ നിന്ന് പബ്ലിഷ് ചെയ്ത അന്നത്തെ ലോകത്തിലെ ഏറ്റവും പ്രമുഖമായിട്ടുള്ളൊരു മാസികയായിരുന്നു എൻകൗണ്ടർ. കേരള പാണ്ഡ്യമുണ്ട്. കേരള പാണ്ഡ്യം. അതെ. ഇതിപ്പോ ഒരു ലൈബ്രറിയിലേക്ക് പോസ്റ്റ് മോഡേണിസം, സെലക്ടഡ് സ്റ്റോറീസ് ഓഫ് ഗബ്രിയൽ ഗാർഷിയ മാർക്കസ്. മെക്സിക്കന. സിദ്ധാർത്ഥ നോവൽ പ്രൈസ് കിട്ടിയ ഹെർമൻ ഹെസയുടെ. ഹെർമൻ ഹെസെ ഗുണ്ടർട്ടന്റെ ഗ്രാൻഡ് സണ്ണാണ്. ഹെർമൻ ഗുണ്ടർട്ടന്റെ ഗ്രാൻഡ് സണ്ണാണ്. ഇല്ല, എന്റെ ബ്രദറാണ്, മരിച്ചുപോയി. ഇല്ല, പുള്ളി മലപ്പള്ളി ബിസിനസ് ആയിരുന്നു. ആദ്യം ഭൂട്ടാനിലായിരുന്നു, തിരിച്ചു വന്നിട്ട് മലപ്പള്ളി ഒരു ബിസിനസ് ആയിരുന്നു. ആ പുള്ളിക്ക് ഒരു എന്താ ഇത് ഈ ഫർണിച്ചറൊക്കെ റെന്റ് ചെയ്യുന്ന ഇത് യൂജീൻ ഐൻസ്കോയുടെ ഒരു മോഡേൺ പ്ലേയുടെ നാടകത്താണ്. കുട്ടിക്കൃഷ്ണസാറിന്റെ ഭാരത പര്യടനം. അത് ലൈവ് സ്റ്റോറിയല്ലേ? ഭാരത പര്യടനം മഹാഭാരതത്തിന്റെ ഇതാണ്. ഇതെന്താ നോക്കട്ടെ. ഗീതാഞ്ജലി. ഏകാന്തതയുടെ 100 വർഷങ്ങള് മാർക്കസിന്റെ കേട്ടിട്ടുണ്ടല്ലോ. ഇത് കഫ്കയുടെ. ഞാൻ SBയിലെ ലൈബ്രറിയിലൊക്കെ പോയിട്ട് അതെ. ഇത് പ്രത്യേകം പറയേണ്ട ഒരു ബുക്കാണ്. 1905 പബ്ലിഷ് ചെയ്ത ജെയിംസ് ജോയ്സിന്റെ ഒരു കൃതിയാണിത്. അത് പോയമാണോ? അല്ല, നോവലാണ്. അച്ഛൻ ഈ ഇംഗ്ലീഷ് പോയം ഒക്കെ പറയുമ്പോൾ അതിൻ്റെ അകത്തൊക്കെ താല്പര്യം വരുമായിരുന്നു? അതൊക്കെ പിന്നീടാണ് ഉണ്ടായത്. ഇത് സിദ്ധാർത്ഥയുടെ ഇംഗ്ലീഷ് വേർഷൻ. ഹെർമൻ ഹെസയുടെ സിദ്ധാർത്ഥയുടെ ഇംഗ്ലീഷ് വേർഷൻ. സിദ്ധാർത്ഥ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ബുദ്ധന്റെ സ്റ്റോറി ഒരു ചെറിയ നോവലായിട്ട് പ്രസിദ്ധീകരിച്ച 122 പേജേ ഉള്ളൂ. ആ കാലത്ത് നോബൽ പ്രൈസ് കിട്ടിയ ബുക്കാണ്. നോബൽ പ്രൈസ് കിട്ടിയ ബുക്ക്. അതെ. ആൽബർട്ട് കാമുവിന്റെ ദി സ്ട്രേഞ്ചർ. അതെ. കാണുകയില്ല. ജോൺ അപ്ഡേക്കിന്റെ കഥകള് അമേരിക്കൻ എഴുത്തുകാരനാണ്. ഇതാണ് അടുത്തതാണ് A.D. സാലിഞ്ചറിന്റെ. ഇത് അദ്ദേഹത്തിന്റെ കഥകളാണ്. അദ്ദേഹം 2 ബുക്ക് എഴുതിയിട്ടുള്ളൂ. ആദ്യം എഴുതിയ ബുക്ക് കാച്ചർ ഇൻ ദ റൈ. കാച്ചർ ഇൻ ദ റൈ മില്യൺ കോപ്പി വിറ്റുപോയി. അത് മൂവി ആക്കാമെന്ന് ചോദിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു എനിക്കത് വേണ്ട. അന്നത്തെ ഒരു ചെറുപ്പക്കാരന്റെ ലൈഫ്. അതിനുശേഷം അദ്ദേഹത്തിന്റെ 9 കഥകളുടെ ഒരു സമാഹാരം. ഇത് ഇംഗ്ലീഷ് സാഹിത്യത്തിലെ സോണറ്റിന്റെ ആന്തോളജി. വളരെ പ്രസിദ്ധമായ കഥകളെല്ലാം തന്നെ ഇതിലുണ്ട്. ഇവിടെ ആർക്കും കാണുകയില്ല. ഇത് ജോർജ് ഓർവെലിന്റെ പ്രസിദ്ധമായ 1984 സുപ്രസിദ്ധമായിട്ടുള്ള ബുക്കാണ്. സിനിമയായ ബുക്കാണ് തോന്നുന്നല്ലേ? എനിക്ക് തോന്നുന്നു സിനിമയായ ബുക്കാന്ന് തോന്നുന്നു. അതെ. ഇത് എലിസബത്തിൻ പീരീഡിലെ സോണറ്റ്സ്. ഇതിനകത്ത് ഷേക്സ്പിയറിന്റെ എന്തെങ്കിലും ഉണ്ട്. ഷേക്സ്പിയറിന് ഈവൻ മലയാള വിവർത്തനങ്ങളുണ്ട്. വേണോ? അല്ല, ഉണ്ടെങ്കിൽ ഞാൻ തരാം.
അല്ലേ വേണ്ട ഞാൻ ചിലപ്പോ നഷ്ടപ്പെട്ടു പോയെങ്കിലോ പിന്നെ. ഇത് യൂറോപ്പിലെ പ്രമുഖ എഴുത്തുകാരാണ് മിലൻ കുന്ദ്ര അദ്ദേഹത്തിന്റെ. അത് ഇന്ത്യക്കാരന്റെ ഇന്ത്യൻ അല്ല 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 അദ്ദേഹം ഫ്രഞ്ചിലാണ് എഴുതിക്കൊണ്ടിരുന്നത്, പക്ഷെ അദ്ദേഹം റൊമാനിയക്കാരനാണ്. പക്ഷേ ഇതൊരു സാഹിത്യകൃതിയല്ല, പക്ഷേ ഒരു ബെസ്റ്റ് സെല്ലറാണ്. ഹൂ മൂവ്ഡ് മൈ ചീസ്. ഒരു ബെസ്റ്റ് സെല്ലർ. അതെ അതെ അതെ. ഇത് ടി.എസ്. എലിയറ്റിന്റെ വേസ്റ്റ് ലാൻഡ് എഴുതിയ ടി.എസ്. എലിയറ്റിന്റെ ക്രിസ്ത്യാനിറ്റി ആൻഡ് കൾച്ചർ. യു കെയിലാണ്, പക്ഷെ അദ്ദേഹം അമേരിക്കയിൽ കുടിയേറി പാർത്തു. ഇനി ബൈബിള് ഒക്കെ, അല്ലെങ്കിൽ റിലീജിയന് മഹാഭാരതമുണ്ട്. ഇടയാറന്മുള KM വർഗീസിന്റെ ക്രിസ്തു ദേവ ചരിത്രമുണ്ട്. ഇടയാറന്മുള KM വർഗീസ് KV സൈമന്റെ ബ്രദറിന്റെ മകനാണ്. ഇത് ഒരു ചൈനീസ് ഒരു അവരുടെ റിലീജിയസ് കമൻട്രിയാണ്. ഇത് നമുക്ക് വളരെ വേണ്ടപ്പെട്ട ഒരു ബുക്കാണ്. യുസ്തൂസ് ജോസഫിന്റെ വിദ്വാൻ കുട്ടി ആണല്ലോ യുസ്തൂസ് ജോസഫ്. നമ്മുടെ പാട്ട് സ്തുതിപ്പിൻ എന്നൊക്കെ ഉള്ള പാട്ട് എഴുതിയ അദ്ദേഹത്തിന്റെ കവിതകളുടെ മുഴുവൻ തന്നെ പുള്ളിക്കാരി ഞാൻ കൊടുക്കാൻ ഇത് പാടാൻ. ഇത് കാതലിക് ബൈബിള്, മെർമോൺ ബുക്ക്. ഇത് പിന്നെ ഇല്ല അതിന്റെ എൻ്റെ ഉണ്ടായിരുന്നു, പക്ഷെ ഇവിടെ പോയി. ഇതാ ഒരു പ്രധാനപ്പെട്ട ബുക്കാണ്. പുതിയ നിയമത്തിന്റെ മോഡേൺ മലയാളം. ഇതാണ് 50 വർഷം മുമ്പ് പ്രസിദ്ധീകരിച്ചതാണ്. ഇത് മോഡേൺ മലയാളത്തിലേക്ക് പുതിയ മലയാളത്തിൽ ബൈബിൾ സൊസൈറ്റി പ്രസിദ്ധീകരിച്ചാണ്. അതെ അതെ. അത് ഈ ലേഖനങ്ങളെല്ലാം തന്നെ വളരെ കെയർഫുൾ ആയിട്ട് നമുക്ക് വായിക്കാൻ പറ്റും. അതെ. പിന്നെ ആകട്ടെ പ്രധാനപ്പെട്ട ഇത് ഹൂ വാസ് ജീസസ്, ദി ബർത്ത് ഓഫ് ക്രിസ്ത്യാനിറ്റി. ഇത് മാർത്തോമ വർഷിപ്പ് ബുക്ക്, ഇൻട്രൊഡക്ഷൻ ടു ന്യൂ ടെസ്റ്റമെന്റ് ക്രിസ്റ്റോളജി. എല്ലാം ക്രിട്ടിക്കലാണ്. അതെ. ഇത് ഓ ഹെൻറിയുടെ കഥകൾ. ഓ ഹെൻറിയെ പറ്റി പറയുകയാണെങ്കിൽ ലോക ചെറുകഥ സാഹിത്യത്തിന്റെ ടോപ്പിൽ നിൽക്കുന്ന ആളാണ്. ഇദ്ദേഹം വളരെ കാലം ഹ്യൂസ്റ്റണിൽ അദ്ദേഹം ചവിട്ടി നടന്ന മണ്ണിലാണ് നമ്മളിപ്പോൾ. ഹ്യൂസ്റ്റൺകാരനാണ്. വളരെ പ്രസിദ്ധമായിട്ട് കഥകളാണ് ഓ ഹെൻറിയുടെ. നമുക്ക് ലാസ്റ്റ് ഒരു ബുക്ക് ഇതെന്ന് പറഞ്ഞ ജസ്റ്റ് എടുത്ത് പറഞ്ഞ ഒരെണ്ണം എടുത്തിട്ട് കണ്ണടച്ചെടുത്താലും മതി, കുഴപ്പമില്ല. അച്ഛൻ അതിനെ പറ്റി എന്തും പറഞ്ഞു നമുക്ക് കാരണം ഇത് ഒന്ന് വൈൻഡ് ചെയ്യാനാണ്. ഓക്കെ. ഞാൻ എന്താ അല്ലല്ല എനിക്ക് പറയാൻ പറ്റുന്ന എനിക്ക് പറയാൻ പറ്റുന്നതാണല്ലോ എടുക്കാൻ. അമേരിക്കൻ ബുക്സിന്റെ അകത്ത് ഇതിലുണ്ട് ഞാൻ ഏറ്റവും ഇതായിട്ട് ചെയ്ത് മതി. അത് ചെഗുവേരയുടെ ആണെന്ന് തോന്നുന്നു അല്ലേ? അല്ല ഒരു സ്നേഹപുലാപം കമാൻഡർ തെരിയൻ കോശി, അതാരാണെന്ന് തന്നെ എനിക്കറിയില്ല. ആരും എനിക്ക് തന്ന. ഇതെടുക്കാം. ബിഷപ്പ് ഷെൽബി സ്പോങ് എപ്പിസ്കോപ്പൽ ചർച്ചിലെ ഒരു ബിഷപ്പായിരുന്നു. അദ്ദേഹം എപ്പിസ്കോപ്പലിലെ ബിഷപ്പ് ആയിരുന്നെങ്കിൽ പോലും ചർച്ചിനെ വളരെയധികം ലിബറലായിട്ട് കണ്ടിരുന്ന ഒരാളായിരുന്നു. ഇന്നത്തെ നമ്മുടെ പാരമ്പര്യങ്ങൾ മുഴുവൻ മാറ്റി എഴുതണമെന്ന് അദ്ദേഹം അദ്ദേഹത്തിനെ മോഡേണൈസ് ചെയ്ത് പോകണം അദ്ദേഹം വാദിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ ഒരു ബുക്കാണ് എ ന്യൂ ക്രിസ്ത്യാനിറ്റി ഫോർ എ ന്യൂ വേൾഡ്.
ഇത്രയും മതിയല്ലോ. ആയിക്കോട്ടെ. താങ്ക് യു സോ മച്ച്. This poem named Phosphorus, written by Caspar Bartsak, translated from the Polish language. You are in the terrain, a black box thing, in itself an alluvium enriched feedstock, breath smoother than phosphate, ammoniac cinder, the synthetic maniac given under the tongue of thought. Life glued into someone's dream edible clean. Reroute the reverie, make dirty or alloy. Read the body close to you, pulsar aerarium, a plural thing in itself and sovereign. That's all. മധ്യതിരാങ്കൂറിലെ പമ്പാനദീര തീരത്ത് അല്ലെങ്കിൽ കുമ്മനാട്ട് ജീവിച്ചിരുന്ന ഒരു പ്രശസ്ത വ്യക്തിയായിരുന്നു പൊയ്യയിൽ കുമാരഗുരു, അല്ലെങ്കിൽ പൊയ്യയിൽ അപ്പച്ചൻ എന്ന അറിയപ്പെടുന്ന ആൾ. അദ്ദേഹത്തിൻ്റെ പേരിൽ പ്രത്യക്ഷ രക്ഷാ ദൈവസഭ എന്നൊരു സഭയുണ്ട്. ക്രൈസ്തവ ഹിന്ദു ദർശനങ്ങൾ ഉൾക്കൊണ്ടിട്ട് രൂപപ്പെടുത്തിയ ഒരു സഭയാണ്. ഇപ്പോഴത് നിലനിൽക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം CSI സഭയിലെ PC ജോസഫ് എന്ന അച്ഛന് എഴുതിയതാണ്. അദ്ദേഹം ഒരു ഞാൻ ഒരിക്കൽ നാട്ടിൽ ചെന്നപ്പോൾ അദ്ദേഹം എനിക്ക് സമ്മാനിച്ച ഒരു പുസ്തകമാണ്. അദ്ദേഹം രക്ഷ ഇപ്പോൾ ഇവിടെ വേണം. നമ്മൾ സ്വർഗത്തിൽ ചെന്നിട്ടല്ല രക്ഷ. അത് അധികൃതർക്ക് രക്ഷ ഇപ്പോഴാണ് വേണ്ടത്. അന്നത്തെ ഒരു ജന്മി വ്യവസ്ഥിതിയിൽ ഇവർ അടിയാന്മാരായിരുന്നു. അത് ഇപ്പോൾ ഞങ്ങൾക്ക് ഇന്നാണ് ഇപ്പം രക്ഷ വേണ്ടത്, അല്ലാതെ മറ്റൊരു ജീവിതത്തിലല്ല, പരലോകത്തിലല്ല രക്ഷ. അതെ, അവിടെ ഇരിക്കുന്ന ആ ബുക്കിംഗ് എടുത്തു തരാമോ? ഞാൻ പ്രശസ്ത കവിയായ ചെറിയാൻ്റെ ഒരു കവിതാ സമാഹാരമാണ്. അതിൽ നിന്നും ഞാൻ തിരഞ്ഞെടുത്ത ഒരു കവിതയാണ് ഞാനിപ്പോൾ ഇവിടെ വായിക്കാൻ പോകുന്നത്. അതിൻ്റെ ഏതാനും വരികൾ മാത്രം. ഇതിൻ്റെ ഒരു പശ്ചാത്തലം കൂടെ പറയാം. ഏതാണ്ട് 1965 കാലഘട്ടത്തിലാണെന്ന് തോന്നുന്നു അദ്ദേഹം ഈ കവിത ഡൽഹിയിലെ കേരള ക്ലബിലെ സാഹിത്യ സെക്രട്ടറിയിൽ വായിച്ചു. അന്ന് ഞാൻ അവിടെ ഉണ്ടായിരുന്നു ആദ്യമായിട്ട് വായിക്കുമ്പോൾ. അപ്പോഴത് വളരെയധികം ചർച്ചാ വിഷയമായൊരു കവിതയാണ്. എല്ലാവർക്കും അറിയാം പാലാഴി മധുരം എന്താണെന്ന്. ദേവന്മാരും അസുരന്മാരും പർവ്വതത്തിൽ സർപ്പത്തെ ചുറ്റി വളഞ്ഞ് തൈര് കടയുന്ന പോലെ അമൃതം കിട്ടാൻ വേണ്ടി കടഞ്ഞു. ആദ്യം കാളകൂടം കിട്ടി. ശിവൻ കാളകൂടം വിഴുങ്ങി ലോകത്തെ രക്ഷിക്കാൻ. അതപ്പം ശിവൻ്റെ ഭാര്യ പാർവതി കഴുത്തെ ഞെക്കിപ്പിടിച്ചു. ഇതെല്ലാം പുരാണത്തിലുള്ള കഥകളാണ്. ഇപ്പം അതുകൊണ്ടാണ് പലപ്പോഴും ശിവനെയും യേശുക്രിസ്തുവിനെയും തമ്മിൽ താരതമ്യപ്പെടുത്തുന്നത് പോലും. കാരണം ശിവൻ ഭാരതീയ കൺസെപ്റ്റ് അനുസരിച്ച് ലോകത്തിൻ്റെ പാപം മുഴുവൻ ഏറ്റെടുത്ത ഒരാളാണ്. അതുപോലെ യേശുക്രിസ്തു ലോകത്തിൻ്റെ പാപം മുഴുവൻ ഏറ്റെടുത്തു. അപ്പം ഈ ഒരു താരതമ്യ പഠനം സാഹിത്യരംഗത്ത് മാത്രമല്ല ആത്മീയ രംഗത്തും ധാരാളമുണ്ട്. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഈവൻ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് CSI ബിഷപ്പുമാർ കൂടിയിട്ട് ശിവനെയും നമ്മൾ അംഗീകരിക്കുന്ന ഒരു പ്രമേയം പാസ്സാക്കി. പക്ഷേ അതിൽ ധാരാളം എതിർപ്പൊക്കെ ഉണ്ടായത്. അത് വേറെ ചരിത്രം, അത് നമ്മുടെ വിഷയമല്ല. ഇനി പാലാഴി മധുരം എന്ന കവിതയുടെ ഏതാനും ലൈൻ ഞാൻ വായിക്കാം. അതിനുമുമ്പ് ചെറിയാനെ പറ്റി ഒരു വാക്ക് ഞാൻ പറയട്ടെ. അദ്ദേഹം എനിക്ക് ഗുരുതുല്യനാണ്. എൻ്റെ ഡൽഹിയിലെ സാഹിത്യ ചർച്ചകളിലേക്ക് എൻ്റെ കൈപിടിച്ച് നടത്തിയ ഒരു വ്യക്തിയാണ് ചെറിയാന്. അദ്ദേഹം ഡൽഹിയിലെ ഒരു റെയിൽവേ ബോർഡിലെ മറ്റോ ജോലി ചെയ്യായിരുന്നു. ഇപ്പോഴദ്ദേഹം ഫ്ലോറിഡയിൽ താമസിക്കുന്നുണ്ട്. ഏതാണ്ട് 95 വയസ്സ് മറ്റോ പ്രായമുണ്ട്. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം ഹ്യൂസ്റ്റണിൽ വന്നിരുന്നു. അദ്ദേഹം മാർത്താമപ്പള്ളിയിലൊക്കെ അവിടെ പ്രസംഗിക്കുന്നു. നല്ലൊരു പ്രഭാഷകനാണ്. വളരെ വളരെ നോളജബിൾ ആയിട്ടൊരു വ്യക്തിയാണ്. ധാരാളം ഒന്നാന്തരം കവിതകൾ എഴുതിയിട്ടുണ്ട്. ഇനി കേൾക്കുക. പാലാഴി മദനം.
പിന്നെ അലച്ചു പതഞ്ഞു പതിച്ചു പാലാഴി തിരമാലകൾ ഓർമ്മകൾ മങ്ങി ഒലിച്ചു സങ്കല്പം മരവിച്ചു ഭാവനം മുങ്ങി നശിച്ചു തമ്മിലിടഞ്ഞു പിടഞ്ഞു കളിക്കും ദുഗ്ധത്തിരകൾ വെടിഞ്ഞു തെറിക്കും വെണ്ണുര വിണ്ടല നീലിമ ദിനകര ശോണിമ എന്നിവയെ ഒപ്പിയെടുത്തു ചാരുതയെല്ലാം വേദനയെല്ലാം വാസനയെല്ലാം മർത്യത നിത്യതൻ കൊടുശിക്ഷണമേറ്റു പഠിച്ചോരുണ്മകളെല്ലാം വേദാന്ത പൊരുളെല്ലാം വ്യഗ്രതയെല്ലാം യോഗ വിഭൂതികളെല്ലാം ക്രോധാദികൾ ദുഃഖഭയാദികൾ ചിത്തവിഭൂതികളെല്ലാം ആയവ തമ്മിലിടഞ്ഞു പിടഞ്ഞു തിരിഞ്ഞു മറിഞ്ഞു കറങ്ങിയൊലിച്ചു പാലാഴി പൂര ഗർഗര ഗർവിൽ അമർന്ന് കലങ്ങി അലഞ്ഞു മറഞ്ഞു പറയാനാണ് ഇപ്പോൾ എന്നോട് പറഞ്ഞിരിക്കുന്നത്. ഞാൻ വളർന്നത് മല്ലപ്പള്ളി കുന്നത്ത് വീട്ടിലാണ്. കുന്നത്ത് എൻ്റെ അമ്മ വീടാണ്. അവിടെ വളരേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. അപ്പച്ചൻ്റെ വീടും അധികം ദൂരത്തല്ല, പരിയാരത്തിൽ കരിപ്പേലി കുടുംബത്തിൽ. കുന്നത്ത് വീട്ടിൽ വളർന്നുകൊണ്ടാണ് ഞാൻ ആംഗ്ലിക്കൻ സഭയിലെ അംഗമായി തീർന്നത്. ചെറുപ്പത്തിലെ എൻ്റെ ആദ്യ ഓർമ്മ എഴുത്തിനിരുത്തുന്നതാണ്. അന്ന് അവിടെ ഒരു ശങ്കരപ്പിള്ള ആശാനുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ കുടിപ്പള്ളിക്കൂടത്തിൽ എഴുത്തിനിരുന്നു. അദ്ദേഹം ഒരു വിഷവൈദ്യനുമായിരുന്നു. വിഷം തീണ്ടി വരുന്ന ധാരാളം രോഗികൾ ഒരു വശത്തുണ്ട്. അതിനോടൊപ്പം അദ്ദേഹം എഴുത്ത് പഠിപ്പിച്ചു. കർശനക്കാരനായിരുന്നു. അദ്ദേഹത്തിൻ്റെ പാണൽ വടിയുടെ ചൂട് ഇപ്പോഴും ഞാൻ മറന്നിട്ടില്ല. അതുപോലെ അന്ന് കൂട്ടുകാരായിട്ടുണ്ടായിരുന്നത് ഏറ്റവും അടുത്ത കൂട്ടുകാരൻ മല്ലപ്പള്ളി ഞങ്ങളുടെ വീടിൻ്റെ തൊട്ട് എതിരെയുള്ള വീട്ടിലെ ചെല്ലപ്പൻ ആയിരുന്നു. ഞങ്ങൾ ഒരുമിച്ചായിരുന്നു സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നത്. പിന്നീട് അദ്ദേഹം പ്രൈമറി സ്കൂളിലും അവിടെ തന്നെ എൻ്റെ ഒപ്പം 5ാം ക്ലാസ് വരെ പഠിച്ചു. പിന്നീട് മറ്റൊരു കൂട്ടുകാരനുണ്ടായിരുന്നത് മാവള ദേവി അല്ലെങ്കിൽ MD ഉമ്മൻ. അദ്ദേഹം ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട്, മലപ്പുഴയിൽ തന്നെയുണ്ട്. മറ്റ് കുറേ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. മേക്കറിങ്ങാട്ട് ജോയി, അതൊക്കെ ഓർമ്മയിൽ വരുന്നുള്ളൂ. അതിനുശേഷം അവിടെ ഒരു ഏതാണ്ട് 5-8 മാസം പഠിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് സെൻറ്റ് മേരീസ് പ്രൈമറി സ്കൂളിലേക്ക് പോയത്. അക്കാലത്ത് ഏതാണ്ട് 3/4 മൈൽ നടന്നു പോകുന്നതൊന്നും അത്ര വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലായിരുന്നു. കാറുകളോ ബസ്സുകളോ ഒന്നും അധികമൊന്നും ഇല്ലായിരുന്ന കാലം. പിന്നീട് ഓർമ്മയിൽ വരുന്ന ഒരു കാര്യം, അധികം വീടുകളും മറ്റും ഇല്ല, ഇലക്ട്രിക് ലൈറ്റ് ഇല്ല. അപ്പോൾ കുട്ടികളുടെ പറയുന്ന കഥകളെല്ലാം തന്നെ ഭൂതപ്രേതാദികളെ പറ്റിയായിരുന്നു. ഞങ്ങളുടെ വീടിൻ്റെ പടിഞ്ഞാറ് വശത്താണ് ചെങ്കല്ലിക്കുന്ന്. ചെങ്കല്ലിക്കുന്നിൻ്റെ മുകളിലൊരു പാലമരം ഉണ്ടായിരുന്നു. ആ പാലയിൽ നിന്നും പൂനക്കടവിലുള്ള പാലമരത്തിലേക്ക് യക്ഷി പറക്കുന്ന എന്നൊരു സ്റ്റോറി. അത് വളരെ വളരെ ഭയാനകമായിരുന്നു, പേടിപ്പെടുത്തുന്നതായിരുന്നു. പാല പൂത്ത് വരുമ്പോൾ അതിലെ യക്ഷികൾ വന്ന് കുടിയിരിക്കും. സന്ധ്യാകാലത്തും രാത്രിയിലും മറ്റും ഇത് പറക്കുന്ന കാണാമെന്ന് മുതിർന്നവർ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ പിന്നീട് ഞാൻ ചിന്തിച്ചപ്പോൾ എന്തോ വലിയ പക്ഷികളെന്തോ ആയിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷേ അവരത് യക്ഷിയായിട്ട് സങ്കല്പിച്ചു എന്ന് മാത്രം. നേരത്തെ ഒരിക്കലും ഞാൻ പറഞ്ഞതുപോലെ മല്ലപ്പള്ളിയും പൂനക്കടവും മറ്റും എന്നെ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട്. അതുപോലെ മണിമലയാറിൻ്റെ ചരിത്രം തന്നെ എനിക്ക് പിന്നീട് എഴുതാൻ കഴിഞ്ഞു. മണിമലയാറിൻ്റെ അല്ല, എല്ലാ നദികളുടെയും ചരിത്രം പോലെ തന്നെ മണിമലയാറിന് ഒരു ചരിത്രമുണ്ട്. ധാരാളം മണിമലയാറിൽ കൂടി ഒരു കാലത്ത് ധാരാളം കെട്ടുവള്ളങ്ങൾ മറ്റ് കിഴക്കു നിന്നുള്ള വിവിധ വാണിജ്യ വസ്തുക്കളുമായി തുഴഞ്ഞു പോകുന്നത് ഒരു നിത്യ കാഴ്ചയായിരുന്നു. അതുപോലെ തന്നെ വെള്ളം പറ്റുമ്പോഴാണ് മല്ലപ്പള്ളിയിലെ കൺവെൻഷനും അതിനോട് ചേർന്ന മറ്റ് കച്ചവടങ്ങളുമൊക്കെ കുട്ടികളായിരുന്നു ഞങ്ങൾക്ക് വളരെയധികം ആവേശം പകർന്നിരുന്നു. കുട്ടികളുടെ യോഗങ്ങളും എല്ലാം തന്നെ വളരെ
അല്ലാതെ വളരെ ആവേശം പകർന്ന ഒരു കാര്യമായിരുന്നു. അന്ന് ഞാൻ ഓർക്കുന്ന ഒരു പ്രധാന വ്യക്തിത്വം KC ഏലിയാസ് എന്ന ഒരു മാന്യ വ്യക്തി ഫിഡിലുമായിട്ട് വരുമായിരുന്നു. അതും കുട്ടികൾക്ക് വളരെ താല്പര്യമായിരുന്നു. അങ്ങനെ സംഭവബഹുലമായിരുന്നു ചെറുപ്പകാലത്തെ ജീവിതം. എല്ലാം കൊണ്ടും ധാരാളം ആഘോഷങ്ങൾ, പല വ്യത്യസ്തമായ ആഘോഷങ്ങൾ, അതെല്ലാം പങ്കാളിയാകാൻ കഴിഞ്ഞു. അത് വളരെ വളരെ പിൽക്കാലത്തെ ജീവിതത്തിൽ അത് എന്നെ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട്. ഞാൻ ഏത് വർഷം ജനിച്ചത്? 1940. 40. ഇപ്പം 84 വയസ്സാകുന്നു. 84. അമ്മാമയ്ക്ക് 82, 81 കഴിഞ്ഞു. അമ്മാമ്മയുടെ പേര് എവിടെ? കുടുംബം കുമ്പനാട്ട് മണ്ണാകുന്നിൽ, പക്ഷേ അവസാനം അവർ താമസിച്ചത് പാമ്പാട്ടിൽ. ഞാൻ കുമ്പനാട്ട് ഒരിക്കൽ വിസിറ്റ് ചെയ്തിട്ടേ ഉള്ളൂ, അല്ലാതെ പോയിട്ടില്ല. മല്ലപ്പള്ളിയിലെ ഈ മണക്കെ യോഗം അച്ഛൻ്റെ ചെറുപ്പത്തിലുണ്ട്. ഉണ്ട്. ഓർമ്മയായ കാലം 100 വർഷത്തിന് മേളിൽ ഉണ്ട്. മല്ലപ്പള്ളിയിലെ ചന്തയും എനിക്കറിയാം. അന്ന് ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും ചന്ത ദിവസങ്ങളായിരുന്നു. ഞങ്ങൾക്ക് അവിടെ ഒരു പീടിക ഉണ്ടായിരുന്നു. അത് ആദ്യം കാലത്ത് റെന്റിന് കൊടുത്തിരിക്കുകയായിരുന്നു. പിന്നീട് അത് എൻ്റെ ബ്രദർ അത് കച്ചവടത്തിന് എടുത്തു. അന്ന് ആറ്റുമീനും കടൽമീനും എല്ലാം മലപ്പള്ളി കിട്ടുമായിരുന്നു. ഇറച്ചിക്ക് എന്തെങ്കിലും ഇറച്ചി അത് പ്രത്യേകിച്ച് പറഞ്ഞാൽ ഞങ്ങളുടെ തൊട്ടടുത്ത് ഒരു പാപ്പിച്ചേട്ടൻ ഉണ്ടായിരുന്നു. അദ്ദേഹമായിരുന്നു ഇറച്ചി കച്ചവടത്തിന്റെ കോൺട്രാക്ട്. എല്ലാം ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും. ആടിറച്ചി അവിടെ കിട്ടിയതായിരുന്നു. കാളയിറച്ചിയായിരുന്നു അവിടെ കിട്ടുന്നത്. എരുമയൊന്നും ഇല്ലായിരുന്നു. കാളമൂരി ഇറച്ചി. പിന്നെ പച്ചമീൻ ധാരാളം മല്ലപ്പള്ളി ചന്തയിലുണ്ടായിരുന്നു. ഈ പഴയ രാജകുടുംബ ചരിത്രം പറഞ്ഞ മല്ലപ്പള്ളിയിൽ ഏറ്റവും അറിയാവുന്ന ഒരു ഇൻഡോ അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞാല്? ഓക്കെ, അത് ചോദിച്ചത് നന്നായി. ഞാൻ പിൽക്കാലത്താണ് മനസ്സിലായത്. ഇല്ലങ്ങളുടെ കഥ എനിക്കധികം അറിയില്ലെങ്കിലും മല്ലപ്പള്ളിയിൽ ജനിച്ച് വളർന്ന, മല്ലപ്പള്ളി ജീവിച്ച ഒരു പ്രഗത്ഭ വ്യക്തിയായിരുന്നു വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ്. അദ്ദേഹത്തിൻ്റെ തറവാട് മല്ലപ്പള്ളി പരിയാരത്തിൽ മണിമലയാറിൻ്റെ തീരത്തായിരുന്നു. പിന്നീട് അദ്ദേഹം വെണ്ണിക്കുളത്ത് വളർന്നുകൊണ്ടാണ് വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ് എന്നുള്ള പേര് കിട്ടിയത്. അദ്ദേഹം പരിയാരത്തിലെ കാവുംപുറം സ്കൂളിൽ കുറച്ച് നാളുകൾ അധ്യാപകനായിട്ട് ജോലി ചെയ്തിരുന്നു എന്ന് ഞാൻ കേട്ടിരുന്നു. പിന്നീട് മല്ലപ്പള്ളിയിൽ പൂവനത്തമ്പുരാൻ ഉണ്ടായിരുന്നു. മണിമലയാറിൻ്റെ തീരത്ത് ധാരാളം നായർ തറവാടുകളും അവരുടെ ആയിട്ടുള്ള കൊട്ടാരങ്ങളും മറ്റും ഉണ്ടായിരുന്നു എന്നൊരു പഴമ കഥയാണ്. പക്ഷേ എനിക്ക് അതുമായിട്ട് വലിയ സമ്പർക്കമൊന്നുമില്ലായിരുന്നു. പ്രൈമറി സ്കൂളിൽ പഠിക്കുമ്പോൾ ഈ പൂവനത്തമ്പുരാനെ ഞാൻ കണ്ടിട്ടുണ്ട്. പൂവനത്തമ്പുരാനെന്നും പൂവന കൊട്ടാരം എന്നൊക്കെ പറഞ്ഞാൽ വലിയ കൊട്ടാരമൊന്നുമല്ല, എങ്കിലും അതിൻ്റെ മാന്യത അവർക്ക് കൊടുത്തിരുന്നു. ഒരു കാവുണ്ടായിരുന്നു. അത് ഞങ്ങളെ വളരെ പേടിയോടുകൂടി നോക്കുന്ന ഒരു കാവുണ്ടായിരുന്നു. അതിൻ്റെ തൊട്ട് മുമ്പിലായിരുന്നു പൂവനക്കടവ്. അത് അവരുടെ സ്വന്തമായിരുന്നു. പക്ഷേ പിന്നീട് അത് സർക്കാർ വകയായി. അതിൻ്റെ മുകളിൽ കൂടെയാണ് ഇപ്പോഴത്തെ മല്ലപ്പള്ളി പാലം. 1950കളുടെ തുടക്കം വരെ അതുണ്ടായിരുന്നു. 1961 തോന്നുന്നു. പെട്ടെന്ന് എനിക്കൊരു ടെലിഗ്രാം വന്നു. എൻ്റെ അമ്മാച്ചൻ്റെ മകള് അന്ന് ഡൽഹിയിലുണ്ട്. പുള്ളിക്കാരി പറഞ്ഞു, പെട്ടെന്ന് ഡൽഹിയിലേക്ക് വന്നാൽ കാൽടെക്സിലൊരു ജോലിയുണ്ട്, ഒരു ടെമ്പററി ജോലിയാണ്, ഏതാനും മാസങ്ങളിലേക്കേ ഉള്ളൂ, നീ പെട്ടെന്ന് വരിക. അതിനു മുമ്പ് ഞാൻ ഗുജറാത്തിലെ കച്ചിൽ എൻ്റെ ഒരു കസിനുണ്ട്, അങ്ങോട്ട് പോകാനെല്ലാം തയ്യാറെടുപ്പായിരുന്നു. പക്ഷേ ദൈവാനുഗ്രഹമോ ഭാഗ്യമോ എന്ന് പറയട്ടെ, ഡൽഹിയിലേക്ക് എനിക്ക് പെട്ടെന്ന് പോകേണ്ടതായിട്ട് വന്നു. അതിൽ അല്പം പേടിയോടുകൂടിയാണ് പോയത്. മദ്രാസിൽ ചെന്നപ്പോൾ അവിടെ എൻ്റെ ഒരു കസിൻ ഉണ്ടായിരുന്നു. അദ്ദേഹം എന്നെ ഒന്ന് സ്വീകരിച്ചു. ഒരു ദിവസം അവിടെ താമസിച്ചു. അന്ന് റിസർവേഷൻ ഒന്നുമില്ല. പിറ്റേ ദിവസം ഡൽഹിക്ക് പോകേണ്ട സമയത്ത് വളരെ നേരത്തെ റെയിൽവേ സ്റ്റേഷനിൽ ചെന്നു. ഒരു പോർട്ടർക്ക് എന്തോ കൊടുത്തു. അങ്ങനെ ഇരിക്കാനൊരു സീറ്റ് തരപ്പെടുത്തി. വളരെ പേടിയോടുകൂടിയാണ് യാത്ര ചെയ്തത്. പക്ഷേ യാത്ര തുടങ്ങിയപ്പോൾ തന്നെ ധാരാളം സുഹൃത്തുക്കളെ കണ്ടുമുട്ടി. ധാരാളം ഇംഗ്ലീഷ് പറയാൻ അറിയാൻ വയ്യാന്ന് വിചാരിച്ചിട്ട് പോലും
കുറച്ചങ്ങോട്ട് ചെന്നപ്പോൾ പറയേണ്ടതായിട്ട് വന്നു. അപ്പോഴേ തോന്നി എനിക്കും സംസാരിക്കാൻ പറ്റും എന്നുള്ള ഒരു ആത്മധൈര്യം ഉണ്ടായി. ഡൽഹിയിലെ റെയിൽവേ സ്റ്റേഷൻ ഇറങ്ങിയപ്പോൾ അമ്മാച്ചൻ്റെ മകള് കുഞ്ഞിഞ്ഞമ്മാമ്മ അവിടെ എന്നെ കാത്തു നിന്നിരുന്നു. കുഞ്ഞിഞ്ഞമ്മയുടെ ഹസ്ബൻഡ് ഇന്ത്യൻ മിലിറ്ററിയിലെ ഒരു കേണലായിരുന്നു. റഷ്യൻ ഭാഷയുടെ ഒരു വിദഗ്ധനായിരുന്നു അദ്ദേഹം. ജവഹർലാൽ നെഹ്റുവും ക്രൂഷ്ചേവും തമ്മിലൊക്കെ സംസാരിക്കുമ്പോൾ അദ്ദേഹമായിരുന്നു ഇടയ്ക്ക് നിന്ന് പരിഭാഷപ്പെടുത്തിയിരുന്നത്. അതുപോലെ ഡൽഹിയിൽ ചെന്നപ്പം വളരെയധികം പ്രഗത്ഭരായ വ്യക്തികളുടെ ഒരു കൂട്ടത്തിലേക്കാണ് ഞാൻ ചെന്നത്. അതൊരു ഭാഗ്യമായി. ഞാൻ വിചാരിച്ചു നമുക്ക് വളരെ ഈസി ആയിട്ട് അവിടെ ജീവിക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ അവരൊന്നും സമ്മതിച്ചില്ല. ചിലരുടെ പേര് ഞാൻ പറയട്ടെ. ഒന്ന്, കുഞ്ഞിഞ്ഞമ്മാമയുടെ മദറിൻ്റെ, അതായത് അമ്മായിയുടെ ഒരു കസിനായിരുന്നു PT പുന്നൂസ്. PT പുന്നൂസ് അവിടെ MP ആയിരുന്നു. അദ്ദേഹമായിട്ട് അടുത്തിടപെടാൻ സാധിച്ചു. അതുപോലെ ചാലക്കുടി മാത്തപ്പിച്ചായൻ എന്ന് പറയുന്നത് കുഞ്ഞിഞ്ഞമ്മാമയുടെ അമ്മയുടെ സഹോദരി ഭർത്താവായിരുന്നു. അദ്ദേഹം അവിടെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ പ്രസ് മാനേജരായിരുന്നു. പിന്നീട് എൻ്റെ തന്നെ ഒരു കസിൻ PM മാത്യു IAS അവിടെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ സെക്രട്ടറി ആയിട്ട് വന്നു. പിന്നെ കേണൽ, എൻ്റെ അമ്മാച്ചൻ്റെ മകള് കുഞ്ഞിഞ്ഞമ്മാമ അന്ന് ഡൽഹിയിലെ കാൽടെക്സിൽ ജോലിയാണ്. കുഞ്ഞിഞ്ഞമ്മാമയുടെ ഹസ്ബൻഡ് കേണൽ ലൂത്ര റഷ്യൻ ഭാഷാ വിദഗ്ധനായിരുന്നു. അദ്ദേഹം പൂനെയിലായിരുന്നു കുറേ കാലം. അപ്പോൾ ഞങ്ങൾ താമസിച്ച വീട്ടിൽ ഒരു പഹാടി ജോലിക്കാരനുണ്ടായിരുന്നു. ഈ പഹാടി ജോലിക്കാരന്, അദ്ദേഹത്തിൻ്റെ പേര് ബുദ്ധി സിംഗ് എന്ന മറ്റാണെന്ന് എനിക്ക് തോന്നുന്നു. അദ്ദേഹത്തെയാണ് എന്നെ ഹിന്ദി പഠിപ്പിക്കാൻ വേണ്ടി എന്നെ ഏർപ്പെടുത്തിയത്. എൻ്റെ ഹിന്ദി അധ്യാപകനായിട്ട് അദ്ദേഹം ആക്ട് ചെയ്തു. പകരം ഞാൻ അദ്ദേഹത്തിന് കുറച്ച് ബേസിക് ഇംഗ്ലീഷ് വാക്കുകളും പറഞ്ഞു കൊടുക്കണം. പ്രധാനമായിട്ടും മാർക്കറ്റിൽ പോകുമ്പോൾ ഞാൻ അയാളുടെ കൂടെയാണ് പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ കുറേയധികം ഹിന്ദി പഠിക്കാൻ കഴിഞ്ഞു. പിന്നീട് പല വിവിധ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്തപ്പോൾ നാച്ചുറലി കുറച്ച് ഹിന്ദിയൊക്കെ പഠിച്ചു. ഹിന്ദി ഓൾറെഡി എനിക്ക് വായിക്കാൻ അറിയാമായിരുന്നു. പക്ഷേ ഡൽഹിയിൽ അനുഭവപ്പെട്ട മറ്റൊരു കാര്യം 1960-കളുടെ തുടക്കത്തിലാണ്. അന്ന് ഹിന്ദി ഇന്ത്യയുടെ ഒരു പ്രധാനപ്പെട്ട ഭാഷയായിട്ട് അംഗീകരിച്ചിരുന്നെങ്കിൽ പോലും ഡൽഹിയിലെ അന്നത്തെ ഭാഷ ഉറുദു ആയിരുന്നു. അധികം പേരും വായിച്ചുകൊണ്ടിരുന്നത് ഉറുദു പത്രങ്ങളായിരുന്നു. സംസാരിക്കുന്നത് ഹിന്ദിയും ഉറുദുവും ഒരുപോലെ തന്നെ. ഹിന്ദി സംസ്കൃത ബഹുലമായിരുന്നെങ്കിൽ ഉറുദു പേർഷ്യൻ ബഹുലമായിരുന്നു. ഇന്നും അങ്ങനെ തന്നെ. നോർത്ത് ഇന്ത്യയിലെ സംസാര ഭാഷ പേർഷ്യൻ സ്വാധീനമുള്ള ഒരു ഭാഷയാണ്. നമ്മൾ ഹിന്ദി എന്ന് പറയുന്നെങ്കിൽ പോലും അത് പേർഷ്യൻ സ്വാധീനമുള്ള ഒരു ആർട്ടിഫിഷ്യൽ ലാംഗ്വേജാണ് ഹിന്ദി എന്ന് പറയുന്നത്. അത് ബ്രിട്ടീഷുകാർ, അല്ലെങ്കിൽ ഹിന്ദി അല്ലെങ്കിൽ ഹിന്ദുസ്ഥാനി, അത് ബ്രിട്ടീഷുകാർ ക്രിയേറ്റ് ചെയ്ത അവരുടെ ഭരണസൗകര്യത്തിന് വേണ്ടി, മുഗൾ സാമ്രാജ്യത്തിൻ്റെ തുടർച്ചയായിട്ടുള്ള ഭരണത്തിന് വേണ്ടി ക്രിയേറ്റ് ചെയ്തൊരു ഭാഷയാണ് ഹിന്ദുസ്ഥാനി. അതാണ് ഇപ്പം ഡൽഹിയിലും ചുറ്റുപാടുമുള്ള ജനങ്ങൾ ഇന്നും സംസാരിക്കുന്ന ഭാഷ അതാണ്. പക്ഷേ ഓൾ ഇന്ത്യ റേഡിയോയും ഗവൺമെൻറ് പ്രൊമോട്ട് ചെയ്യുന്നത് അന്ന് മുതൽ ഇന്ന് വരെ പ്രൊമോട്ട് ചെയ്യുന്നത് സംസ്കൃത ബഹുലമായിട്ടുള്ള ഹിന്ദിയാണ്. അതേ സമയത്ത് ബോളിവുഡിലെയും മറ്റും ഭാഷ ഹിന്ദുസ്ഥാനിയാണ്. സംഗീതത്തിനും മറ്റും ചേർന്ന ഭാഷ ഹിന്ദുസ്ഥാനിയാണ്. അതാണ് ബോളിവുഡ് സംഗീതം വളരെ പ്രശസ്തമായിരിക്കുന്നത്.